നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. രാഷ്ട്രീയ വിവാദങ്ങളുടെ ചുഴിയിൽ നിൽക്കുകയായിരുന്ന സർക്കാർ അപ്രതീക്ഷിതമായ ഒരു സ്ട്രാറ്റജിക് സ്ട്രൈക്ക് എടുക്കുന്നതിന്റെ കാഴ്ചയാണ് ഇന്നലെ കണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ അടിമുടി മാറിയ മട്ട്. നമ്മൾ വീണ്ടും ഒരു ഭരണത്തിലേക്ക് പോകാൻ പോവുകയാണെന്ന ആത്മവിശ്വാസം ഇടത് ക്യാമ്പിലാകെ പ്രസരിക്കുന്നതിന്റെ കാഴ്ച കാണുകയാണ്. സത്യത്തിൽ ശക്തമായൊരു പ്രതിരോധം പോലുമില്ലാതെ പ്രതിപക്ഷം ഒന്ന് അങ്കലാപ്പിലായി പോയോ എന്ന് പോലും സംശയം. എല്ലാ വിഭാഗം അടിസ്ഥാന ജനതയ്ക്കും ഗുണപരമാകുന്ന, നേരിട്ട് അനുഭവിക്കാൻ കഴിയുന്ന ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി ഇന്നലെ. അത് ജനങ്ങൾക്ക് ഇടയിൽ വലിയ സ്വീകാര്യത ഉണ്ടാക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, LDFനകത്ത് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു ഭിന്നതയുടെ അന്തരീക്ഷത്തെ സമ്പൂർണ്ണമായും മറികടക്കാൻ അവർക്ക് കഴിയുന്നു. CPIയുടെയും CPIഎമ്മിൻ്റെയും സഖാക്കൾ ഒരുമിച്ച് അവരുടെ സർക്കാരിൻ്റെ പദ്ധതികളെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളിൽ പരസ്പരം മാപ്പ് പറഞ്ഞും ഖേദിച്ചും അവർ പൊരുത്തപ്പെടുന്നു. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിന് മുൻപിൽ മുന്നോട്ട് ചലിക്കാൻ ശരിയായ വഴിയില്ല എന്ന പ്രശ്നമുണ്ടോ? ശിഥിലത ഇപ്പോൾ നമ്മൾ കൂടുതൽ ശൈഥില്യാവസ്ഥ കാണുന്നത് ഇപ്പുറത്തെ ക്യാമ്പിലാണോ? പിന്നെ ഒരു കാര്യമുള്ളത്, ഫണ്ടില്ലാത്തത് കൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെക്കേണ്ടി വന്ന ഗതികേടിനെ കുറിച്ച് ഇന്നലെ വരെ പറഞ്ഞവർ 5000 കോടിയുടെ അധിക ബാധ്യത പെട്ടെന്നെടുത്ത് തലയിൽ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുകയാണ്. അതിന് സർക്കാർ മറുപടി പറയുമോ എന്നത് കാത്തിരുന്ന് കാണുകയും ചെയ്യണം. എന്തായാലും ഈ ക്ഷേമ വഴിയിലൂടെ മൂന്നാമൊരു ഭരണം ഉറപ്പാക്കുമോ LDF? അതിന് തടയിടാൻ പ്രതിപക്ഷത്ത് എന്തൊക്കെയുണ്ട് എന്നതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് നമ്മൾ ഈ ചർച്ചയിൽ. എന്നോടൊപ്പം CSK സജീഷ്, CPIഎമ്മിൽ നിന്ന് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ, A സജീവൻ, മുതിർന്ന മാധ്യമ പ്രവർത്തകർ എന്നിവരാണ്. ആദ്യം ജിൻഡോ ജോൺ, ഇന്നലെ സർക്കാർ പ്രഖ്യാപിച്ച പദ്ധതി അടിസ്ഥാന ജനവിഭാഗങ്ങളെ നേരിട്ട് സ്പർശിക്കുന്നതാണ്. അപ്പോൾ അതിന് പൈസ എവിടെയെന്ന് ചോദിക്കാം, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന് പറയാം, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനെന്നൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. പക്ഷെ നോക്കൂ, അടുത്ത മാസം മുതൽ അതിൻ്റെ ബെനിഫിഷ്യറീസ് ആവാൻ പോകുന്നത്, അതിൻ്റെ ഗുണഭോക്താക്കാനാകാൻ പോകുന്നത് ലക്ഷക്കണക്കിന് അടിസ്ഥാന ജനവിഭാഗത്തിൽപ്പെട്ട മനുഷ്യരാണ്. അതിനെ നിങ്ങൾക്ക്, അവർക്കുണ്ടാവുന്ന സന്തോഷത്തെ, അവരനുഭവിക്കുന്ന വികസനത്തെ നിങ്ങൾക്ക് ഏത് നിലയ്ക്കാണ് വഴിതിരിക്കാൻ കഴിയുക? തീർച്ചയായിട്ടും നിഷാദ്, കേരളത്തിൽ ഈ പ്രഖ്യാപനങ്ങളിലൂടെ സന്തോഷഭരിതരാകുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സന്തോഷത്തോടൊപ്പം നിൽക്കുന്നു എന്ന് മാത്രമല്ല, എത്രയും പെട്ടെന്ന് സർക്കാർ ഈ പറഞ്ഞ ബെനിഫിറ്റ്സ് മുഴുവൻ വിതരണം ചെയ്യണമെന്ന് കൂടിയാണ് കോൺഗ്രസിൻ്റെ അഭിപ്രായം. അതിലൊന്നും ഒരു തർക്കമില്ല. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഈ വലിയ വിലക്കയറ്റത്തിൻ്റെ സമയത്ത്, ജീവിത ദുരിതങ്ങളുടെ സമയത്ത് സാമ്പത്തിക സഹായം സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങിയ പോരാ, എത്രയും പെട്ടെന്ന് അത് കൊടുക്കണമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതിലൊന്നും തർക്കമില്ല. പക്ഷേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായിട്ട് കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിൻ്റെ ആത്മാർത്ഥതയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതിനപ്പുറത്ത് സാധാരണക്കാർക്ക് ഇത് കിട്ടരുതെന്നല്ല, നിർബന്ധമായിട്ടും കിട്ടണം, നേരത്തെ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ ഈ പ്രഖ്യാപനങ്ങളുടെ സമയത്ത് PM ശ്രീയിൽ ഒപ്പിട്ട് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാരെ പോലും മറച്ചു വെച്ച്, അഖിലേന്ത്യാ CPM ജനറൽ സെക്രട്ടറിയെ പോലും ഒളിച്ചു വെച്ച് PM ശ്രീയിൽ ഒപ്പിട്ട പിണറായി വിജയന്റെ ആ പ്രത്യേക താല്പര്യം എന്തായിരുന്നു എന്നുള്ള ചർച്ച ഇവിടെ ഇല്ലാതാക്കപ്പെടുന്നില്ല. ശബരിമലയിലെ സ്വർണ്ണക്കുള്ള 6 വർഷക്കാലം മൂടി വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും പിണറായി സർക്കാർ പോറ്റി വളർത്തിയതിനെ കുറിച്ചുള്ള ചർച്ച ഇല്ലാതാക്കപ്പെടുന്നില്ല. പുറത്താക്കപ്പെട്ടിട്ട് രഹസ്യമായി തിരിച്ചെടുക്കപ്പെട്ട പോലീസുകാരൻ ഷാഫി പറമ്പലിന്റെ മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ചത് ഇല്ലാതാക്കപ്പെടുന്നില്ല. ഇതൊക്കെ ഇനിയും ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി ക്ഷേമ പെൻഷന്റെ കാര്യം 400 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട് പറഞ്ഞു. സ്വാഭാവികമായിട്ടും LDFന്റെ പ്രകടന പത്രികയിൽ 2021 ഫെബ്രുവരി മാസം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് 2500 ആക്കുമെന്ന്. അത് 4.5 കൊല്ലം ആയിട്ടും നടപ്പാക്കാൻ പറ്റാത്തത് എന്താണെന്ന് കൂടി പറയപ്പെടേണ്ടതാണ്. അതിനേക്കാളപ്പുറം അത് 2500 ആക്കി തന്നെ കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിലൊന്നും തർക്കമില്ല. പക്ഷേ കോഴിക്കോട് ചക്കിട്ടപ്പാറയിലെ ജോസഫ് ഏട്ടൻ ആത്മഹത്യ ചെയ്യുന്നത് ക്ഷേമ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് 6 മാസമായത് കുടിശ്ശിക ഉണ്ടായിരുന്ന സമയത്ത് പലചരക്കടയിലെയും പച്ചക്കറിക്കടയിലെയും മരുന്ന് വാങ്ങിയതിൻ്റെ പണം കൊടുക്കാൻ പറ്റാത്ത ആത്മാഭിമാന ക്ഷതത്തിലാണെന്ന് ആത്മഹത്യക്കുറിപ്പ് എഴുതി വെച്ച് മരിച്ച ഒരു മനുഷ്യരാണ്. ഇതൊക്കെ നേരാമണ്ണം നേരത്തെ കറക്റ്റ് സമയത്ത് കൊടുത്തിരുന്നെങ്കിൽ ഒരുപാട് മനുഷ്യർ ഇന്നും കേരളത്തിൽ ഉണ്ടാകുമായിരുന്നു. ഇവിടെ ഈ പറഞ്ഞ പ്രഖ്യാപനങ്ങളൊക്കെ നടക്കണമെന്ന് മാത്രമല്ല, നേരത്തെ നടക്കണമെന്നുള്ളത് കൂടിയാണ്. ഇവിടെയുള്ള പ്രശ്നം എന്താ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോകുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ മനുഷ്യരുടെ ആത്മാഭിമാനബോധത്തെ വില കുറച്ച് കാണിക്കുന്ന ഒരു പ്രവണതയാണിത്. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാണ്. സാധാരണക്കാരുടെ ഓർമ്മയെ ഇവർ വിലക്കെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങൾ കൃത്യമായിട്ട് സാധാരണക്കാരുടെ ഓർമ്മ ഉണർത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്താൻ പോകുന്നത്. ഇതിലുള്ളൊരു കാര്യം, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഓരോന്നും പറയുന്നത്. ഇത്രയും കാലം ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സർക്കാരിന്റെ ചുമതലയിൽ പെടുന്നതല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും വൈകി എന്ന ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതിനുള്ള പണം സത്യത്തിൽ കയ്യിലുണ്ടോ എന്ന ചോദ്യവും ചോദിക്കാം. പക്ഷേ വൈകിപ്പോയി എന്നാൽ പോലും ഈ സർക്കാർ നടപ്പിലാക്കുമെന്നതാണ് ഏത് പ്രകടന പത്രികയിലുള്ള വാഗ്ദാനം. ഈ സർക്കാരാണ് നടപ്പിലാക്കുന്നത്. കുറച്ച് വൈകിപ്പോയി. ഈ സർക്കാർ നടപ്പിലാക്കുമ്പോൾ അടുത്ത സർക്കാരും ഞങ്ങളുടേതായിരിക്കുന്ന കോൺഫിഡൻസ് അവർക്കുണ്ട്.
ആ കോൺഫിഡൻസിൽ ജനങ്ങൾക്ക് ആ കോൺഫിഡൻസ് അവർ പകർന്നു കൊടുക്കുകയാണ്. ഞങ്ങൾ വന്നാൽ ഇത് തുടരും എന്ന കോൺഫിഡൻസ്. അല്ല നിഷാദ്, എനിക്കൊരു സംശയമേ, സർക്കാരിന്റെ കോൺഫിഡൻസ് ജനങ്ങൾക്ക് പകർന്നു കൊടുത്തോട്ടെ. ഞാൻ അതുകൊണ്ടാണ് ജനങ്ങളുടെ ഓർമ്മയെ വെല്ലുവിളിക്കരുതെന്ന്. ഈ സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന് 14 ജില്ലകളിലും ആഘോഷ മഹാമഹത്തിന് 200 കോടി രൂപ ചെലവഴിച്ചു. കേരളയിൽ പദ്ധതിക്ക് 110 കോടി രൂപ പൊതുഖജനാവിൽ നിന്ന് ചെലവഴിച്ചു. ധൂർത്തും നിരന്തരമായിട്ടുള്ള ധൂർത്തും ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾ നടത്തി കോടിക്കണക്കിന് രൂപ വൃഥാവിലാക്കി കളഞ്ഞു. അന്നേരമൊക്കെ ഈ സാധാരണക്കാരെ മറന്നുപോയില്ലേ? അതുകൊണ്ടല്ലേ ജോസഫേട്ടനെ പോലുള്ള ആളുകൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്? അന്നേരമല്ലേ ഒരുപാട് മനുഷ്യർ പിച്ചച്ചട്ടിയുമായിട്ട് തെരുവിൽ സമരം ചെയ്യേണ്ടി വന്നത്? ഇവിടെയുള്ള പ്രശ്നം എന്താ? ക്ഷേമനിധികൾ, വിവിധ ക്ഷേമനിധികളിലായിട്ട് 2500 കോടി രൂപ ഇപ്പോഴും കുടിശ്ശികയാണ്. കുടിശ്ശിക ഉണ്ടെന്ന് സർക്കാർ സമ്മതിച്ചല്ലോ. അതുകൊണ്ടല്ലേ പിണറായി വിജയൻ കുടിശ്ശിക കൊടുക്കുമെന്ന് പറയേണ്ടി വന്നത്? ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയാണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇല്ല, ക്ഷേമ സർക്കാരാണ്, കേരളത്തിലെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്താണ് കേരളം എന്ന് പറഞ്ഞത് MV ഗോവിന്ദനാണ്. ആളുകൾ ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1ാം സ്ഥാനത്താണെന്നൊക്കെ ഇവരെങ്ങനെയാ വിലയിരുത്തിയതെന്ന് മനസ്സിലാകുന്നില്ല. 1ാം സ്ഥാനത്ത് എത്തുമ്പോഴാണ് കാരുണ്യ ചികിത്സാ പദ്ധതിയുടെ 1800 കോടി രൂപ കുടിശ്ശികയാകുമ്പോൾ ആ പദ്ധതി ഇല്ലാതാക്കപ്പെടുന്നത്. സപ്ലൈകോയ്ക്ക് 2215 കോടി രൂപ കുടിശ്ശിക ഉള്ളപ്പോഴാണ് 110 കോടി രൂപ കൊടുത്തുകൊണ്ട് വലിയ പ്രഖ്യാപനം നടത്തുന്നത്. ഇതൊക്കെ ചുമ്മാ കായലിൽ കായം കലക്കുന്ന ഒരു പരിപാടിയാണ്. അതിനപ്പുറത്ത് 6 ഗഡുക്കൾ DAയുടെ 6 കുടിശ്ശികയായിട്ട് കിടക്കുമ്പോഴാണ് ഈ ചെറിയൊരു പോളിഷിംഗ് നടത്തുന്നത്. പെൻഷൻകാർക്കും ജീവനക്കാർക്കും അധ്യാപകർക്കുമായിട്ട് വിവിധ സ്കീമുകളിലായിട്ട് സർക്കാർ കടം കൊടുക്കാനുള്ള കടമായിട്ടുള്ളത് 1 ലക്ഷം കോടിയാണ്. ഇതെല്ലാം നിൽക്കുമ്പോൾ ഈ സർക്കാർ പറയുകയാണ് ഞങ്ങൾ 1ാം സ്ഥാനത്താണെന്ന്. അതെ, 1ാം സ്ഥാനത്താണ്. വിലക്കയറ്റത്തിൽ 9%-ലധികമായിട്ട് ഈ രാജ്യത്ത് 1ാം സ്ഥാനത്താണ് കേരളം. ഇത്രയും രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റം, ജീവൻ രക്ഷാ മരുന്നുകളുടെ, നിത്യോപയോഗ സാധനങ്ങളുടെ ഒക്കെ വിലക്കയറ്റമുള്ളപ്പോൾ വെള്ളക്കരം വർദ്ധിപ്പിച്ചു, വീട്ടുകരം വർദ്ധിപ്പിച്ചു, ഭൂനികുതി വർദ്ധിപ്പിച്ചു, കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു, ബിൽഡിംഗ് പെർമിറ്റിന്റെ ഫീസ് വർദ്ധിപ്പിച്ചു. സകലമായ രീതിയിലും കേന്ദ്ര സർക്കാർ നിങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട സംഗതിയായിരിക്കുമ്പോൾ തന്നെ ഇത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ച മുൻപ് മാത്രം പ്രഖ്യാപിക്കുന്നതിന് പിന്നിൽ ഭരണം കിട്ടാനുള്ള താല്പര്യമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ജനം മനസ്സിലാക്കും. മറ്റു വഞ്ചനകളും ജനം ഓർത്തിരിക്കും, മറ്റ് ഭരണപ്പിഴവുകളും ജനം മറക്കാതിരിക്കും. അതുകൊണ്ട് ഇതുവഴി കയറിക്കൂടി കളയാം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. നിഷാദ് എന്നോടാണോ? യെസ്. ഓക്കെ, ഒരു കാര്യം, ഇവരുടെ വർത്തമാനത്തിലും ഇവരുടെ പരിഭവത്തിലും ഇവരുടെ ബോഡി ലാംഗ്വേജിലുമെല്ലാം അവർ വല്ലാതെ പ്രയാസപ്പെടുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ആ മനസ്സിലാക്കൽ ഞങ്ങളും നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, ജിൻഡോ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്, ഓർമ്മയെ വിലക്കെടുക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട എന്ന് തന്നെയാണ്. നിങ്ങളിപ്പോൾ മറവിയെ ആയുധമാക്കിയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളൊന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ജനങ്ങളെ ഓർമ്മിക്കും. കേരളത്തിലെ 10 വർഷം എത്തിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഹലോ, ഓക്കെ, കേൾക്കാമെന്ന് കരുതുകയാണ്. അതായത് നിങ്ങൾ മറവിയെ തന്നെയാണ് ആയുധമാക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല. 10 വർഷമായി നിലനിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റും അതിൻ്റെ അപ്പുറം 5 വർഷം കേരളത്തിൽ UDFിൻ്റെ ഗവൺമെൻറ്, ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് തമ്മിൽ താരതമ്യമാകട്ടെ. ആ താരതമ്യം തുടങ്ങുമ്പോൾ ഇന്നത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ സംസാരത്തിന് പോലും തുടങ്ങാൻ വേണ്ടി പറ്റും. ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കാലത്തെക്കുറിച്ച് പറഞ്ഞത് തീവെട്ടിക്കൊള്ളയാണ് കേരളത്തിൽ നടക്കുന്നതെന്നാണ്. അങ്ങനെ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് വലിയ വിമർശനമൊക്കെ ചില ആളുകൾ ഏൽക്കേണ്ടി വന്നു, കോൺഗ്രസിന് തന്നെ. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ AK ആൻ്റണി പറഞ്ഞത് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. AK ആൻ്റണി പറഞ്ഞത് സർവത്ര അഴിമതിയാണ് കേരളത്തിൽ നിന്നാണ്. ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. അന്നത്തെ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ജനസേവന പ്രവർത്തനങ്ങളെക്കുറിച്ചൊന്നും അല്ല കോൺഗ്രസിൽ സംസാരം ഉണ്ടായിരുന്നത്. അന്ന് KPCC പ്രസിഡന്റായിരുന്ന VM സുധീരൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? കേരളത്തിൽ കടുംവെട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവസാനത്തെ തുള്ളിയും ഊറ്റിയെടുക്കാനുള്ള അഴിമതി നടത്താനുള്ള പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ക്യാമ്പിൽ നിങ്ങളുടെ ഗവൺമെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ആ കാലം ഒരു ഇരുണ്ട കാലമായിരുന്നല്ലോ ജിൻഡോ. പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമുള്ള കാലം. നമ്മുടെ എല്ലാം വീടുകളിൽ ചിമ്മിണി വിളക്കുകളും അതുപോലെ തന്നെ 110 വോൾട്ടിൻ്റെ ബൾബും വണ്ടർഫുൾ ബൾബും ഒക്കെ ഉണ്ടായിരുന്ന കാലം. അരമണിക്കൂർ കൂടുമ്പോൾ ലോഡ് ഷെഡിങ് ഉള്ള കാലം. പാഠപുസ്തകത്തിന് ചോദിച്ചപ്പോൾ ഓണം നേരത്തെ വന്നുകൊണ്ടാണ് പുസ്തകവും പരീക്ഷയും അപ്പുറമായി പോയത് എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രിയുള്ള കാലം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ തീരുമോ ചർച്ച? ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. മഹാനായ ND വാസുദേവൻ നായർക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കേരളത്തിൽ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നതിനെതിരായിട്ട്. UDFിൻ്റെ കാലത്ത് ഒരു സമരം അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. അതൊക്കെ നമ്മുടെ മുന്നിലെ അനുഭവമാണ്. ആശുപത്രി എന്തായിരുന്നു നിങ്ങളുടെ കാലത്ത്? സർക്കാർ ആശുപത്രിയെ പറയുക, നാട്ടുകാർ ഓർക്കട്ടെ.
മറവിയാണല്ലോ പറഞ്ഞത്. ധർമാശുപത്രിയിൽ ഒരു ആശുപത്രിയിലെ രണ്ടോ മൂന്നോ ഹോസ്പിറ്റലുകൾക്കാണ് ഒരു ഡോക്ടർക്ക് ചുമതല. വല്ലപ്പോഴും വരുന്ന അവസ്ഥ ഇതായിരുന്നു. ഡോക്ടർമാരില്ല, മരുന്നില്ല, ഇതായിരുന്നല്ലോ അവസ്ഥ. അത് മാറിയില്ലേ? കേരളത്തിൽ മാറി. അതുകൊണ്ടാണ് 2016 ഞങ്ങൾ പറഞ്ഞത് LDF വരും, എല്ലാം ശരിയാകുമെന്ന്. 2021 ഞങ്ങളോട് ആരും ചോദിച്ചില്ല നിങ്ങൾ വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞിട്ട് ശരിയായില്ലല്ലോ എന്ന് ചോദിച്ചോ? ചോദിക്കാൻ എന്താണ്? നിങ്ങൾ തകർത്തൊരു കേരളത്തെ ഞങ്ങൾ 5 വർഷം കൊണ്ട് മാറ്റിയെടുത്തു. യജ്ഞങ്ങളിലൂടെ മാറ്റിയെടുത്തു, എല്ലാ മേഖലയിലും മാറ്റിയെടുത്തു. തടഞ്ഞു നിർത്തപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ, ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ നോട്ടിഫിക്കേഷൻ ഇറക്കി 2015 ഓഫീസും പൂട്ടി താക്കോല് ശ്രീ ഉമ്മൻചാണ്ടി കൊടുത്തു പോയതല്ലേ? അവിടെ നിന്നാണല്ലോ ദേശീയപാത വികസനം, ഗെയിൽ, അതുപോലെ തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളും മുടങ്ങിപ്പോയ എടമൺ കൊച്ചി പവർ ഹൈവേ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് കേരളത്തെ, അന്ന് തകർത്ത കേരളത്തെ നേരെയാക്കി. പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ നഷ്ടത്തിലായിരുന്നു. ഏതാണ്ട് 300 കോടി നഷ്ടത്തിലായിരുന്ന ആ കാലത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിൻ്റെ ഇരട്ടിയോളം ലാഭത്തിലേക്ക് വന്നു. പൊതുമേഖലാ സ്ഥാപനം ലാഭത്തിൽ വന്നു. എല്ലാ മേഖലയും മെച്ചപ്പെടുത്തി മുന്നോട്ട് വന്നു. അവിടെ നിന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ ഈ 2 ഗവൺമെൻറ്റുകളും പരിശോധിച്ചാൽ ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു. അതിൽ വികസനം, കരുതൽ, ക്ഷേമം, വികസന പ്രവർത്തനങ്ങൾ, ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ കിഫ്ബിയിലൂടെ 1,00,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടത്താൻ വേണ്ടി കഴിഞ്ഞു. മാതൃകയായ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി കഴിഞ്ഞു. ആശുപത്രി കെട്ടിടങ്ങൾ, സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു. ഇതെല്ലാം ഉണ്ടായ മാറ്റം. അതുപോലെ തന്നെ കരുതൽ, മഹാപ്രളയമൊക്കെ വന്നപ്പോൾ നമ്മുടെ ഈ ചർച്ചകളിലൊക്കെ ഇരുന്ന് പല ബുദ്ധിജീവികളും പറഞ്ഞില്ല, ഇനി കേരളം പഴയ നിലയിലാവില്ല, കേരളം നിശ്ചയമായും സതീഷ്, സർക്കാരിന് ഉറപ്പായിട്ടും വളരെ വിസിബിൾ ആയിട്ടുള്ള വികസന പദ്ധതികൾ എടുത്തു കാണിക്കാൻ കഴിയും. എന്റെ ചോദ്യം ഇതാണ്, ഞാൻ താങ്കളിലേക്ക് തന്നെയാണ്. അതായത് തെരഞ്ഞെടുപ്പിന്റെ അവസാന സമയമാകുമ്പോൾ വലിയ ഞാൻ അതിലേക്ക് വരും. 1-2 വാചകം കൂടി പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം അതിരൂക്ഷമായ ഭാഷയിലാണല്ലോ പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ഓർമ്മ എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർമ്മപ്പെടുത്തി പോകാൻ വേണ്ടി മാത്രമാണ്. അധികം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാൻ പറ്റൂല. നിഷാദിനറിയാം, ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ പറയാനുണ്ട്. അത് പോട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെ കരുതലോടെ നിന്നു, കേരളത്തെ പുനരുജ്ജീവിപ്പിച്ചു. അതുപോലെ തന്നെ ക്ഷേമകാര്യങ്ങളിലും അതേ നിലപാട് സ്വീകരിച്ചു. 600 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയായും തുടർന്ന് ഇപ്പോൾ ഈ മുന്നേറ്റത്തിലേക്കും 2000-ലേക്കും എത്തുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, എത്ര കൊടുത്തുവെന്ന് നോക്കിയാൽ പോരെ? UDFിൻ്റെ കാലത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി കേരളത്തിൽ ആകെ ചെലവഴിച്ചത് 8,833 കോടി രൂപയാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് മാത്രം 2016 മുതൽ 2021 വരെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടി ചെലവഴിച്ചത് 30,567.9 കോടിയാണ്. ഇപ്പോൾ ഏതാണ്ട് 45,000-50,000 കോടി കടക്കും. ഈ 2,000 കൊടുക്കുമ്പോൾ ഇനി ഏതാണ്ട് 1,00,000 കോടിയിലേക്ക് അതെത്തും. നിങ്ങളുടെ 8,000 കോടി 1,00,000 കോടി ഒരുപോലെയാണോ? ഈ നാട്ടിലെ സാധാരണക്കാരനല്ലേ കിട്ടിയത്? ഇതെല്ലാം ആളുകളുടെ മുന്നിൽ കണക്കില്ലേ? കണക്ക് വെച്ച് പറയണ്ടേ? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, ഇവിടെ ദൂരത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ, വലിയ പന്തല് കെട്ടി ഉമ്മൻചാണ്ടി ഇങ്ങനെ ആളുകളെ പരിശോധിച്ചിട്ട് ഇങ്ങനെ വിതരണം ചെയ്യുന്നതായിരുന്നല്ലോ കേരളത്തിലെ ഉമ്മൻചാണ്ടി UDFിൻ്റെ ദുരിതാശ്വാസ നിധി വിതരണം. നേരിട്ടുള്ള ആശ്വാസം കേരളത്തിൽ വിതരണം ചെയ്തത് ഏതാണ്ട് ഒരു 6 മാസത്തെ കണക്കെൻ്റെ കയ്യിലില്ല. 9,000 കോടി രൂപയാണ് മുഖ്യമന്ത്രി നേരിട്ട് ദുരിതാശ്വാസ നിധിയിലേക്ക്, അതിൽ പരം രൂപയാണ് വിതരണം ചെയ്തത്. നിങ്ങൾ 5 വർഷക്കാലം കൊണ്ട് വിതരണം ചെയ്തത് എത്രയാണ്? ഈ വലിയ മാമാങ്കമൊക്കെ നടത്തിയിട്ട് വിതരണം ചെയ്തത് 808 കോടിയാണ്. ഇതല്ലേ വ്യത്യാസം? ആ വ്യത്യാസം കാണേണ്ടതില്ലേ? പിന്നെ ആരോഗ്യ മേഖലയെക്കുറിച്ച് പറയുകയാണ്. ഒറ്റ കാര്യം പറയാനുള്ള, 5 വർഷം ഉമ്മൻചാണ്ടി ഗവൺമെൻറ് 679 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചത്, കാരുണ്യം ഉൾപ്പെടെ എല്ലാം പെടുത്തിയാൽ. എന്നാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഈ ഗവൺമെൻറ് ചെലവഴിച്ച് 1,498 കോടിയാണ്, 1,500 കോടി രൂപ. ഇങ്ങനെ 5 വർഷവും ഏതാണ്ട് 1,490, 85 എന്നുള്ള നിലയിൽ ചെലവഴിച്ചിട്ടുണ്ട് ഓരോ വർഷവും. അപ്പോൾ നോക്കൂ, നിങ്ങൾ 5 വർഷം ചെലവഴിച്ച സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ ഏതാണ്ട് 2 ഇരട്ടിയിലധികം തുകയാണ് ഒരു വർഷം കേരളത്തിൽ ഈ ഗവൺമെൻറ് സൗജന്യ ചികിത്സ സാധാരണക്കാരന് നൽകാൻ വേണ്ടി ചെലവഴിക്കുന്നത്. പിന്നെ എന്തായിരുന്നു? എന്നെ പറഞ്ഞാൽ സമയം വൈകുന്നുള്ളതുകൊണ്ട് ഞാൻ കടക്കുന്നില്ല. ശ്രീ നിഷാദ്, നിങ്ങൾ ഭരിക്കുമ്പോൾ 7 പ്രാഥമികമായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് വലിയ സാമ്പത്തികമായ പ്രശ്നത്തിന്റെ, വലിയ സാമ്പത്തികമായ ദാരിദ്ര്യത്തിന്റെയും പ്രയാസത്തിന്റെയും കഥകൾ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കേന്ദ്രം നമ്മളെ സമ്മതിക്കുന്നില്ല മുന്നോട്ട് പോകാൻ, കടമെടുപ്പ് പരിധി കുറയ്ക്കുകയാണ്, GST വിഹിതം വൈകിക്കുകയാണ്, ഫണ്ട് വിവിധ പദ്ധതികൾക്കുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്കുള്ള ഫണ്ട് തരുന്നില്ല, ഇപ്പോൾ PMശ്രീയിൽ ഒപ്പിടേണ്ടി വന്നത് പോലും പൈസ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്ന നിങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേന്ന് പ്രഖ്യാപിക്കുന്ന 5,000 കോടിയുടെ അധിക ഭാര പദ്ധതി ജനം വേഗത്തിൽ വിശ്വസിക്കുമോ എന്ന ക്വസ്റ്റ്യൻ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണല്ലോ.
നിഷാദ്, ഒരു കാര്യം അതിൽ കാണേണ്ട ഒരു വിഷയം എന്താ അറിയോ? ഇപ്പൊ എനിക്കിന്ന് പ്രയാസം തോന്നിയത് നമ്മുടെ ശ്രീ വി ഡി സതീശൻ പറയുകയാണ് ഇത് വരാനിരിക്കുന്ന സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാന്ന്. ശ്രീ വി ഡി സതീശൻ പേടിക്കണ്ട, വരാനിരിക്കുന്ന സർക്കാർ ഇതേ സർക്കാർ തന്നെയാണ്, തലയിൽ കെട്ടിവെക്കല്ല. ഇത് ജനങ്ങൾക്ക് നൽകാനുള്ള നല്ല ബുദ്ധിയുള്ള തലയാണ് വീണ്ടും വരാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് കുഴപ്പമില്ല, കെട്ടിവെക്കലാവില്ല. നിങ്ങളുടെ തലയിലേക്ക് ഇത് വരാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. പിന്നെ ഇതിപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 6 മാസക്കാലം ഈ പറഞ്ഞ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭിക്കും. അതിൽ തർക്കമില്ലല്ലോ. കഴിഞ്ഞ 2016 1000 രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതാണ് പറഞ്ഞത്. 1000 ആയിട്ടല്ല വർദ്ധിപ്പിച്ചത്, 1600 വർദ്ധിപ്പിച്ചത്. ഈ പറഞ്ഞ ഏതാണ്ട് ഒരു വർഷം 57,000 കോടിയോളം രൂപ കേന്ദ്രം പല വിധത്തിൽ കേരളത്തിന് തടഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ തടഞ്ഞു വെക്കുമ്പോൾ ഉള്ള പ്രതിസന്ധി ഉണ്ട്. ആ പ്രതിസന്ധിയെ നല്ല നിലയിൽ മറികടക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതാണ് CAG റിപ്പോർട്ടിൽ ഉൾപ്പെടെ കഴിഞ്ഞ CAG റിപ്പോർട്ട് പറയുന്നുണ്ടല്ലോ, 23.36% തനത് നികുതി വരുമാനവും അതുപോലെ തന്നെ നികുതിയേതര വരുമാനം 44.5% കേരളത്തിന് വർദ്ധിച്ചു. കേരളത്തിൻ്റെ വരവ് 13.79% കൂടി, ചെലവ് 2.75% കുറഞ്ഞു. ഇങ്ങനെ കൃത്യമായ സാമ്പത്തിക മാനേജ്മെന്റിലൂടെ എങ്ങനെ പണം സമാഹരിക്കാം എന്നുള്ള നല്ല വിശ്വാസമുണ്ട്. അതായത് സാമ്പത്തിക മാനേജ്മെന്റിലൂടെ എങ്ങനെ പണം സമാഹരിക്കാമെന്ന വിശ്വാസമുണ്ട്. നമ്മുടെ ഫിനാൻഷ്യൽ ശാരീരിക ആരോഗ്യം നല്ല ആരോഗ്യകരമായിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ നയത്തിന് വിരുദ്ധമായിട്ടുള്ള PM ശ്രീയിലെ ഈ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി പോയി ഒപ്പിട്ടതെന്ന ചോദ്യത്തിനോട് മറുപടി പറഞ്ഞാലേ ഇത് പൂർണ്ണമാവുള്ളൂ. അതാ ഒരു കാര്യം, PMC മാത്രമല്ല, ഇപ്പം ഒരുപാട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളുണ്ട്. കേന്ദ്രം ഡയറക്റ്റ് തരേണ്ട ഫണ്ട് തരുന്നില്ല, വിഹിതം വെട്ടിക്കുറയ്ക്കുകയാണ്. ഇപ്പോൾ കേന്ദ്രാവിഷ്കൃതമായ പദ്ധതികൾ പലതും എന്ത് ചെയ്യുകയാണ്, ഈ തരത്തിൽ പല രീതിയിൽ അവരുടെ സംസ്ഥാനങ്ങൾ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മാറ്റിവെക്കുകയാണ്. അതിൽ ഓരോന്നും നമ്മൾ സ്വീകരിക്കേണ്ടി വരും. ഈ പറഞ്ഞ നമ്മൾ സാമ്പത്തിക സമാഹരണം നടത്തുമ്പോൾ ഓരോ മേഖലയിലും ആവശ്യമായ പണം ന്യായമായത് ലഭിക്കേണ്ടി വരും. അല്ലാതെ അത് പോട്ടെ ഇത് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് എല്ലാ പണവും ഒഴിവാക്കി കളഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഖജനാവിൽ പ്രയാസം ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖലയ്ക്ക് ന്യായമായും ലഭിക്കേണ്ടതും ലഭിക്കുന്നില്ല, നമുക്ക് തരേണ്ടതും തരുന്നില്ല എന്നുള്ള നിലയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അവിടെ കേരളത്തിൻ്റെ പൊതുവായ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് ആലോചിച്ചത്. മറ്റു വിശദാംശങ്ങൾ ഞാൻ പറഞ്ഞതല്ലേ. നമ്മളിപ്പോൾ PMCയുടെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ പൗരത്വ പദ്ധതി നടപ്പിലാക്കില്ല എന്ന് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ്. അതിന്റെ പ്രോസസ്സുമായിട്ട് സഹകരിച്ചാലേ നിങ്ങൾക്ക് മറ്റേ കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ പൈസ തരൂ, അല്ലെ GST വിഹിതം വൈകിക്കും എന്നൊക്കെ ഒരു സർക്കാർ പറയാൻ തുടങ്ങിയാൽ നമ്മൾ എന്തോ ചെയ്യും? നിഷാദ്, യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണെന്ന് പറയൂ. ഇവിടെ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസും ഈ പറഞ്ഞ കൂട്ടരും ഒക്കെ ഉള്ളതുകൊണ്ടാണ് പ്രശ്നം. നമ്മൾ മലയാളികൾ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും ഒരുമിച്ചങ്ങ് നിന്നിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവേണ്ടത് എന്താണ്? രാഷ്ട്രീയ നിലപാടിൻ്റെ കാര്യത്തിൽ കേരളം മലയാളികൾ എന്നുള്ള നിലയ്ക്ക് ഒരുമിച്ച് നിന്ന് പിടിച്ചു വാങ്ങേണ്ടതാണ് ഈ പണമൊക്കെ. നമ്മൾ ഡൽഹിയിൽ പോയി സമരം ചെയ്തില്ല, മുഖ്യമന്ത്രി ഉൾപ്പെടെ. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അതിന് നേതൃത്വം സർക്കാർ മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഡൽഹിയിലെ സമരത്തിന് ഉൾപ്പെടെ പ്രതിപക്ഷത്തെ ക്ഷണിച്ചിട്ടില്ലേ? അവർ വരുമോ? അവർ മറ്റൊരു മാനസികാവസ്ഥയിലാണ് നിഷാദ്. അതാണുള്ള പ്രശ്നം. കേരളമോ മലയാളികളോ നമ്മുടെ പ്രശ്നങ്ങളോ ഒന്നും അവർക്ക് പ്രശ്നമല്ല. അധികാരമെന്നത് മാത്രം വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടരായി മാറിയിട്ടുണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. ഇത് കേരളത്തിൻ്റെ താല്പര്യമാണ് എന്നുള്ള രീതിയിൽ കണ്ടിട്ട് കേന്ദ്ര സർക്കാരായിട്ട് ഫൈറ്റ് ചെയ്യണ്ടേ? ആ ഫൈറ്റ് ചെയ്യാൻ എല്ലാവരും ഉണ്ടാവണ്ടേ? ഒരുമിച്ച് നിന്ന് വാങ്ങിയെടുക്കണ്ടേ? ഒരുമിച്ച് നിൽക്കാനുള്ള നിലപാടാണ് എക്കാലത്തും കേരളത്തിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചിട്ടുള്ളൂ. എപ്പോഴും പ്രതിപക്ഷ നേതാവിനെ ഉൾപ്പെടെ വിവിധ ഘട്ടങ്ങളിൽ ചേർത്ത് പിടിച്ചിട്ടേ പോയിട്ടുള്ളൂ. കേരളം പ്രതിസന്ധിയിലായ സമയത്ത് അവർ രാഷ്ട്രീയപരമായി കണ്ട് എന്തിനേയും എതിർക്കുക എന്നുള്ള നിലപാടാണ് സ്വീകരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. 5000 കോടിയുടെ അധിക ഭാരം എടുത്താൽ അത് കണ്ടെത്താൻ കഴിയുമെന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുള്ള കോൺഫിഡൻസ് സർക്കാരിനുണ്ടെന്നാണ് സജീവൻ. ഒരു കാര്യം ശരി, സഞ്ജീവൻ, ഇതിനകത്ത് ഈ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുക, അടിസ്ഥാന വർഗക്കാർക്ക് കയ്യിൽ പണം നൽകാൻ കഴിയുന്ന പദ്ധതികൾ കൊണ്ടുവരിക, അത് വലുതാക്കുക, അവരുടെ കയ്യിലുള്ള ഫണ്ട് ഫ്ലോ കൂട്ടുക എന്നതൊക്കെ സത്യത്തിൽ എല്ലാ കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരുകളുടെ എപ്പോഴത്തെയും വലിയ സ്ട്രെങ്താണ്. കാരണം അവർ ഈ പറഞ്ഞ ഈ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിലും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു രാഷ്ട്രീയ കൂട്ടരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ പ്രഖ്യാപിക്കുന്ന സംഗതികളെ ജനം സംശയിച്ച് കളയുമെന്നൊക്കെ പ്രതിപക്ഷം വിചാരിക്കുന്ന വല്ല കാര്യമുണ്ട്. സത്യത്തിൽ ജനം ഈ കാര്യത്തിൽ അവരെ വിശ്വസിക്കില്ലേ ചോദിക്കാൻ? നിഷാദ്, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഈ പ്രഖ്യാപനം ഉണ്ടായ ശേഷം ഇടതുപക്ഷ ക്യാമ്പിൽ, പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തകരിൽ, അത് CPM എന്നോ CPI എന്നോ ഭേദമില്ലാതെ അവർക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് കാരണം പരാജയപ്പെടുമോ
കുറേ പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ശബരിമല സ്വർണ്ണ പ്രശ്നം ഉൾപ്പെടെ ധാരാളം പ്രശ്നങ്ങൾ സർക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രതിപക്ഷത്തിന് അവർക്ക് മേൽക്കൈ കിട്ടിക്കൊണ്ടിരുന്ന അവസരത്തിലാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടാകുന്നത്. അതോടുകൂടിയിട്ട് ഒരു തുടർ ഭരണം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരൊക്കെ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ പോലും അതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഈ ഇടതുപക്ഷ പ്രവർത്തകർക്ക്, സാധാരണ വോട്ടർമാർക്ക് അല്ലെങ്കിൽ അവരുടെ അനുഭാവികൾക്കൊക്കെ. അവർ ഇപ്പോൾ വിശ്വാസത്തിലെത്തിയിരിക്കുന്നു, അവർക്കൊരു വലിയ ആത്മവിശ്വാസം ഉണ്ടായിരിക്കുന്നു. 2021 നമ്മൾ ഇതേ കാര്യം കണ്ടതാണ്. 2021 തെരഞ്ഞെടുപ്പിന് മുമ്പാണല്ലോ കിറ്റ് കൊടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ആ സമയത്ത് ഇതിനേക്കാൾ ഭീകരമായ രൂപത്തിലുള്ള ആരോപണങ്ങൾ ഈ സർക്കാർ, പിണറായി സർക്കാർ തന്നെ, ഒന്നാം പിണറായി സർക്കാർ തന്നെ ഏറ്റുവാങ്ങിയിട്ടുള്ളതാണ്. അത്രയും കടുത്ത ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനൊക്കെ മറികടക്കുന്ന രൂപത്തിൽ ഈ കിറ്റ് കൊടുക്കലും അതേപോലെ നിപ്പ പോലുള്ള സംഭവങ്ങൾ, പ്രളയം, ഇതെല്ലാം നേരിട്ട് അതിൻ്റെ പ്രചരണം അത് വളരെ കൃത്യമായ രൂപത്തിൽ ജനങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിക്കുന്നു. അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം, ഒരു ഉണർവ് ഉണ്ടാക്കിയെടുക്കാൻ അവർക്കന്ന് കഴിഞ്ഞിരുന്നു. സത്യത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ്, അതിനു മുമ്പേ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംഭവം മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായ ഉടൻ തന്നെ ചെന്നിത്തല പറഞ്ഞിട്ടുള്ള കാര്യം ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ളതാണ്. സത്യമാണ്, ഒരു സംശയമില്ല. അതിൽ സജീഷ് എന്ത് വിശദീകരിച്ചാലും ഇത് മറ്റു കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങൾ നേരത്തെ നടത്തിയ പ്രഖ്യാപനമാണെന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നടത്തിയ കാര്യമാണ്, ഒരു സംശയമില്ല. പക്ഷേ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുറേ കാലമായിട്ട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇലക്ഷൻ പൊളിറ്റിക്സ് കൂടി, ഇലക്ഷനിൽ ജയിക്കാൻ എന്ത് വേണം, അത് വളരെ കൃത്യമായിട്ട് ഒന്നാം പിണറായി സർക്കാർ അത് കൃത്യമായി നടപ്പാക്കിയിരുന്നു. ഇപ്പോഴും അവർ നടപ്പാക്കുന്നു. ഇവിടെയാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രശ്നം. ഇവിടെ ഇപ്പോൾ നോക്ക്, ജിൻഡോ ഉൾപ്പെടെ, ഇപ്പോൾ ജിൻഡോ ഇവിടെ പറഞ്ഞ കാര്യവും നേരത്തെ പ്രതിപക്ഷത്തുള്ള പല നേതാക്കന്മാർ പറഞ്ഞ കാര്യവും ഇതൊക്കെ നടപ്പാക്കണം. പക്ഷേ നടപ്പാക്കാൻ ഇവർക്ക് കഴിയില്ല. ഇത് അടുത്ത സർക്കാരിന് തെരഞ്ഞെടുപ്പ് തലയിലിടാൻ വേണ്ടിയിട്ടാണ്. അവിടെയാണ് ഇവിടെ ഇപ്പോൾ സജീഷ് പറഞ്ഞുള്ളൊരു മറുപടി, അതെ അടുത്ത സർക്കാർ ഏറ്റെടുത്തോളും, അത് നിങ്ങളല്ല. അപ്പോൾ ഇത് പറയുമ്പോൾ അത് പ്രതിപക്ഷത്തിനുള്ള മറുപടിയേക്കാൾ കൂടുതൽ ഇത് ഒരു ആത്മവിശ്വാസം LDF പ്രവർത്തകരിൽ ഉണ്ടാക്കുന്നു. അവർക്ക് തെരഞ്ഞെടുപ്പിന് നേരിടാനുള്ള ഒരു ഉത്സാഹം ഉണ്ടാക്കുന്നു. അത് വലിയ നേട്ടമാണ്. എന്തായാലും നമുക്കറിയാം, 1600 രൂപ ഉണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ, ആ ക്ഷേമ പെൻഷൻ 2000 ആവുന്നു. ഇതേപോലെ സ്ത്രീകൾക്ക്, പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾക്ക് 35-നും 60-നും സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ കൊടുക്കുന്നു. ഇങ്ങനെ ഓരോ കാര്യവും വരുമ്പോൾ പിന്നെ അതേപോലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക്, പെൻഷൻകാർക്ക്, ഇവർക്കൊക്കെ ഉണ്ടാവുന്ന നേട്ടം എന്ന് പറയുന്നത് കുറച്ച് തുകയാണെങ്കിൽ പോലും അത് ഞങ്ങൾക്ക് ഇത് തന്നല്ലോ, ഇതിനെ നേരിടേണ്ട സത്യത്തിൽ ഇത് നടപ്പാക്കണം, പക്ഷേ നിങ്ങൾക്ക് കഴിയില്ല എന്ന രീതിയിലല്ല. ഇപ്പോൾ ജിൻഡോ ഒക്കെ ഇവിടെ പറയുന്ന കാര്യമാണ്, ഇത് നടപ്പാക്കണം പക്ഷെ കഴിയില്ല എന്നുള്ള. പ്രതിപക്ഷത്തിന് ഇതിനേക്കാൾ കുറേ കൂടി അട്രാക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ടേക്ക് വയ്ക്കാൻ പറ്റും. ഇതല്ല ചെയ്യേണ്ടത്, ഇതിനേക്കാൾ കൂടി ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഈ 2000 അല്ല, അത് 3000 ആയിട്ടല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ. സജീവൻ, ഇപ്പോൾ പ്രതിപക്ഷം അതിന് മേലെ എന്ത് വാഗ്ദാനം വെക്കുന്നു എന്നതിനേക്കാൾ ഉപരിയായി ഈ സർക്കാരിനെ വീഴ്ത്തണമെങ്കിൽ ഈ സർക്കാരിന് ഒരു പ്രധാനപ്പെട്ട പിഴവ്, പ്രധാനപ്പെട്ട ഒരു എന്താ പറയുന്നത് ലാക്കിയെന്ന ഏരിയ, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റണമല്ലോ. ഞാൻ ചോദിക്കുന്നത്, പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവർക്കൊരു ഷാർപ്പായിട്ടുള്ള വെപ്പൺ ഇല്ല എന്ന പ്രശ്നമുണ്ടോ? ഇവിടെ ഇപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് സർക്കാരിന്, ഓക്കെ ശബരിമല പോലുള്ള വിശ്വാസ പ്രശ്നങ്ങൾ അതെന്തുമാത്രം ഹെൽത്തി ആയിട്ടുള്ള സംഗതിയാണെന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട്. ഒരു പ്രധാന മാർഗമായി എടുക്കുമ്പോൾ അതും ഉൾപ്പെടുത്താവുന്നതാണ്. പക്ഷേ ഈ ഗവൺമെൻറ് വീക്കാണ്, ഈ ഗവൺമെൻറ് മാറിയേ പറ്റൂ, അതിന് ഈ ഒരു കാരണമുണ്ട് അല്ലെങ്കിൽ ഈ 2 കാരണങ്ങളുണ്ട് എന്ന നിലയ്ക്ക് ഷാർപ്പായിട്ടുള്ള പോയിന്റ്സ് കുറയുന്നു എന്ന പ്രശ്നം പ്രതിപക്ഷം അഭിമുഖീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ തീർച്ചയായിട്ടും. കാരണം ഒരു ഘട്ടം വരെ ഇപ്പോൾ ഈ പ്രഖ്യാപനമൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ തന്നെ നമുക്ക് പല ആളുകളും, ഇടതുപക്ഷത്തുള്ള ആളുകൾ തന്നെ, ഇടതുപക്ഷത്തിൽ CPM-ലെ പ്രവർത്തകർ പോലും പറഞ്ഞിരുന്നു ഇനി സാധ്യതയില്ല, മൂന്നാം സർക്കാർ എന്ന് പറയും, മൂന്നാം പിണറായി സർക്കാർ എന്നല്ല, മൂന്നാം LDF സർക്കാർ എന്നോ പറയുന്നൊന്നും സാധ്യമല്ലാത്തൊരു കാര്യമാണ് എന്നുള്ള വിശ്വാസം ഞാൻ ഈ സാധാരണ പ്രവർത്തകർക്കിടയിൽ നിന്നുള്ള വിവരം വെച്ചുകൊണ്ടാണ് പറയുന്നത്. അവർക്ക് പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല, നടക്കില്ല എന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഇത്തരം ഈ പ്രഖ്യാപനങ്ങൾ അതിനെ മാറ്റിയിട്ടുണ്ട്. അതിനെ നേരിടാൻ കൃത്യമായിട്ടുള്ള ആയുധമില്ലാത്ത ഒരവസ്ഥയിൽ പ്രതിപക്ഷം എത്തിയിട്ടുണ്ട്. ഇതിന് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് ശേഷം, ഈ പ്രഖ്യാപനത്തിന് ശേഷം പ്രതിപക്ഷത്തു നിന്നുണ്ടാവുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും ആകെ നിങ്ങൾ നടപ്പാക്കൽ നിങ്ങൾക്ക് കഴിയില്ല എന്നല്ലാതെ, അല്ല ഇതിനേക്കാൾ കൂടുതൽ വേണ്ടിയിരുന്നു, നിങ്ങൾ 2500 പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് 2000 കൊടുത്തത് എന്നൊക്കെ പറയുന്നതല്ലാതെ
അതിനെ കൃത്യമായിട്ട് നേരിട്ടുകൊണ്ട് ഈ സർക്കാർ താങ്കൾ പറഞ്ഞ പോലെ ഈ സർക്കാർ നിലനിൽക്കാൻ പാടില്ലാത്തതാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരായുധം നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് ഇപ്പോൾ പ്രതിപക്ഷമുള്ളത്. ശരി. ജിൻഡോ ജോൺ, അങ്ങനെ ഒരു പ്രശ്നം സത്യത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ടോ? ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഇന്നിപ്പോൾ ഫണ്ട് എവിടെ എന്നുള്ള ക്വസ്റ്റ്യൻ അല്ലാതെ ഇതിനേക്കാൾ അപ്പുറം ഈ സർക്കാർ കുഴപ്പമാണെന്ന് സ്ഥാപിക്കുന്ന മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്ന സംഗതിയിൽ ഏതിലാണ് നിങ്ങൾ ഊന്നുന്നത്? അത് ഒരിക്കൽ കൂടി ഒന്ന് നിങ്ങളുടെ പോയിന്റ്സ് ഒന്ന് റീപ്രൊഡ്യൂസ് ചെയ്യാമോ? അല്ല നിഷാദേ, ഇതിലേ സജീഷ് അവസാനം പറഞ്ഞൊരു കാര്യമില്ലേ, ഈ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം അടുത്തത് വരുന്ന സർക്കാർ ഇത് കൊടുക്കും എന്ന് പറയുമ്പോൾ അടുത്തത് ഇവർ തന്നെയാണെന്ന് പറഞ്ഞല്ലോ. അത് തന്നെയാണ് ഏറ്റവും വലിയ ഈ കേരളത്തിലെ ജനങ്ങൾ നോക്കിയിരിക്കുന്ന ഒരു മുദ്രാവാക്യവും. എന്താണെന്നറിയോ, അടുത്തതും പിണറായി വിജയൻ സർക്കാർ തന്നെയാണെന്ന് ഇവർ പറഞ്ഞാൽ മാത്രം, അത് മാത്രം കേട്ടാൽ മതി നാട്ടുകാർക്ക്, അപ്പം തന്നെ തീരുമാനം ആയിക്കോളും. കാരണം ഈ സർക്കാരിന്റെ നയങ്ങൾ എന്താ? ഈ കേവലം 400 രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ലെന്നേ, എന്തുകൊണ്ടാണ് പേരൂർക്കടയിലെ പോലീസ് സ്റ്റേഷന്റെ മരബെഞ്ചിൽ ബിന്ദുവിന് 21 മണിക്കൂർ ഇരിക്കേണ്ടി വന്നത്? കക്കൂസിലെ വെള്ളമെടുത്ത് കുടിക്കണി എന്നുള്ള ആക്രോശം കേൾക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിലെ പോലീസിന്റെ നയപരിപാടികൾ എങ്ങനെയായത്? ഇപ്പൊ PM ശ്രീയിൽ ഒപ്പിട്ടതിനെ കുറിച്ചിട്ട് സജീഷ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന രീതിയിലല്ലേ പറഞ്ഞത്? എന്തുകൊണ്ടാണ് ഒപ്പിട്ടത്? ഇത്രയധികം കോടികൾ കൊടുക്കാൻ കയ്യിൽ പണമുള്ള ഒരു സർക്കാരാണെങ്കിൽ എന്തുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിട്ട് നരേന്ദ്രമോദിയുടെ കുൽസിത താല്പര്യങ്ങളുടെ മുമ്പിൽ സെൽഫി സ്റ്റാൻഡ് വെച്ച് കീഴടങ്ങുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാൻ പറ്റിയില്ല. പിന്നെ അദ്ദേഹം പറയുന്നത് പിണറായി വിജയൻ സർക്കാർ പ്രതിപക്ഷത്തെ കൂടി കൂട്ടി യോജിപ്പിച്ചു കൊണ്ടുപോകാൻ താല്പര്യമുള്ള സർക്കാരാണ്. പ്രതിപക്ഷത്തെ കൂട്ടി യോജിപ്പിക്കേണ്ടപ്പാ, നിങ്ങളുടെ മുന്നണിയിലുള്ള CPI ഒന്ന് കൂട്ടി യോജിപ്പിക്കുക, നിങ്ങൾ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിനെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുക, എന്നിട്ട് പ്രതിപക്ഷത്തെ കൂട്ടി യോജിപ്പിക്കാം. നിങ്ങൾ നടത്തുന്ന മുഴുവൻ തോന്നിവാസങ്ങളുടെ ഒപ്പം നിൽക്കലല്ല പ്രതിപക്ഷത്തിന്റെ ചുമതല. പ്രതിപക്ഷത്തിന്റെ ചുമതല എന്ന് പറഞ്ഞാൽ നിങ്ങളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതും കൂടിയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? നിങ്ങൾ എന്ത് ചെയ്താലും അതിനെ പിന്തുണയ്ക്കലല്ല ഞങ്ങളുടെ പണി. ഇനി നിങ്ങൾ പറയുന്നുണ്ട് പിണറായി വിജയനെയും ഉമ്മൻചാണ്ടിയെ താരതമ്യം ചെയ്യണമെന്ന്. ഞാൻ വെല്ലുവിളിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ, അതും ഇന്ന് 9.5 കൊല്ലമായിട്ട് കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ താരതമ്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉത്തരവാദിത്ത ബോധത്തോടെ ഞാൻ കേരളത്തിലെ പൊതുജനങ്ങളോട് പറയുന്നത്. അന്നത്തെ വിലക്കയറ്റ തോത്, അന്ന് അരിക്ക് 26 രൂപ, ഇന്ന് അരിക്ക് 60 കഴിഞ്ഞ് 70 എത്തുന്നു. അപ്പോൾ അങ്ങനെ ഓരോന്നെടുത്ത് പരിശോധിച്ചോ. അന്നത്തെ വെളിച്ചെണ്ണയുടെ വില, ഇന്നത്തെ വെളിച്ചെണ്ണയുടെ വില, അന്നത്തെ ബസ് ചാർജ്, ഇന്നത്തെ ബസ് ചാർജ്, ഇതിനെ താരതമ്യം ചെയ്തിട്ട് ഇന്നത്തെ ഈ പറഞ്ഞ ക്ഷേമ പെൻഷനിലെ 400 രൂപയുടെ വർധനവും കൊണ്ട് അതിനെ അഡ്രസ് ചെയ്യാൻ പറ്റുമോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. PSC മെമ്പർമാരുടെ 2.25 ലക്ഷത്തിൽ നിന്ന് 3,85,000 ശമ്പളം വർദ്ധിപ്പിച്ചല്ലോ. സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം വർദ്ധിപ്പിച്ചല്ലോ. എന്തുകൊണ്ടാണ് ആശാ വർക്കർമാർക്ക് കേവലം 33 രൂപയാക്കിയത്? എന്തുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആളുകൾക്ക് കേവലം 400 രൂപ മാത്രം വർദ്ധിപ്പിച്ചത്? അതും നിങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതിനേക്കാൾ 500 രൂപ കുറവിൽ 4.5 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി നിങ്ങളുടെ സർക്കാരുമായി ബന്ധപ്പെട്ട പാർട്ടി നേതാക്കന്മാർ മാത്രമാണ്. പിന്നെ ആശുപത്രിയുടെ മേന്മയെക്കുറിച്ച് പറയുന്നു. ഞാൻ കേരളത്തിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തരുന്ന ഒരു മനുഷ്യൻ തന്നെയാണ്. പക്ഷേ എല്ലാം പൂർണ്ണമായിട്ട് ശരിയാണെന്ന് പറഞ്ഞാൽ സതീഷ് അംഗീകരിക്കാൻ പറ്റില്ല. കോട്ടയത്തെ കെട്ടിടത്തിന്റെ 3 നില കെട്ടിടം ഇടിഞ്ഞു വീണ് ബിന്ദു മരിച്ചത് 2 മണിക്കൂറോളം രക്ഷാപ്രവർത്തനം വൈകിട്ടാ. ശസ്ത്രക്രിയ ഉപകരണങ്ങളില്ല, സൂചിയും നൂലുമില്ല, പഞ്ഞിയില്ല. ആശുപത്രിയുടെ വാർഡിൽ പോലും രോഗികൾ പീഡിപ്പിക്കപ്പെടുന്നു, ആംബുലൻസിൽ പീഡിപ്പിക്കപ്പെടുന്നു. ആശുപത്രിക്ക് വാർഡിനകത്ത് പാമ്പ് കടി ഏൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വയറ്റിൽ കത്രികയുമായിട്ട് പോകുന്ന സ്ത്രീകൾ, അത് ഏത് സർക്കാർ ആശുപത്രിയിലെ കത്രികയാണുള്ള തർക്കം വരെ നടക്കുന്ന സാഹചര്യമുണ്ട്. പിന്നെ മരുന്നിനെ കുറിച്ച് താങ്കൾ തന്നെ പറയണം. രൂക്ഷമായിട്ടുള്ള മരുന്ന് ക്ഷാമം ഉണ്ടായപ്പോൾ ആരോഗ്യമന്ത്രി നേരിട്ട് പോയി ചാനൽ ക്യാമറയുമായി മരുന്നിനെ കുറിച്ച് അന്വേഷിക്കാൻ പോയി. കണ്ടെത്തിയോ എവിടെയാ മരുന്നെന്ന്? അത് കണ്ടെത്തി പറയണ്ടേ വീണ ജോർജ്? അത് മാത്രമല്ല 1600 കോടി രൂപയുടെ കാലാവധി കഴിഞ്ഞ മരുന്ന് തിരിച്ച സർക്കാരിന്റെ പേരും കൂടിയാ പിണറായി വിജയൻ സർക്കാർ. PPE കിറ്റ്, മാസ്ക് അഴിമതിയും മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ 1200 കോടി രൂപയുടെ അഴിമതിയൊന്നും കേരളത്തിലെ ജനങ്ങൾ മറക്കില്ല. മറക്കാതിരിക്കാൻ ഞങ്ങൾ അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കും. പിന്നെ ദേശീയപാത കുറെ മാസങ്ങൾക്ക് ശേഷമാണ് ഇന്നിപ്പോൾ ഒരു CPM-ന്റെ പ്രതിനിധി ദേശീയപാതയെ കുറിച്ച് പറയുന്നത്. കഴിഞ്ഞ മഴയത്ത്, പുതുമഴയത്ത് 150 സ്ഥലത്ത് പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളത്തിൽ ഒഴുകിപ്പോയപ്പോൾ ദേശീയപാത പിണറായി വിജയന്റെ ഇച്ഛാശക്തിയായിരുന്ന ദേശീയപാത അന്ന് മുതൽ നരേന്ദ്രമോദിയുടെ ഇച്ഛിച്ച എന്ന് പറഞ്ഞ് നിങ്ങൾ മാറ്റിവെച്ചു. ആ ദേശീയപാതയെ കുറിച്ചിട്ടാണ് നിങ്ങൾ ഇപ്പോഴും പറയുന്നത്. ദേശീയപാത സംസ്ഥാന സർക്കാരിന്റെ അഭിമാന നേട്ടമാണെന്ന് നിങ്ങൾ ഇപ്പോൾ പറയുമോ? അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കാൻ താല്പര്യമുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ നേട്ടമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന സർവ്വ ഉപതെരഞ്ഞെടുപ്പുകളും നിങ്ങൾ തോറ്റുപോയത്? നിങ്ങൾ ജയിച്ചിട്ടുള്ള ചേലക്കരെ പോലും നിങ്ങളുടെ ഭൂരിപക്ഷം 28,000 വോട്ട് കുറയുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ പാർലമെന്റിൽ മത്സരിച്ച K. സുധാകരന് പിണറായി വിജയന്റെ സ്വന്തം ബൂത്തിൽ പോലും 22 വോട്ട് അധികം കൈപ്പത്ത് ചിഹ്നത്തിൽ കിട്ടുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി? പിണറായി വിജയന്റെ അയൽപക്കത്തുള്ള മനുഷ്യർ പോലും ഈ സംഘപരിവാർ വൽകൃതമായിട്ടുള്ള നരേന്ദ്രമോദിക്ക് മുൻപിൽ മുട്ടിലഴയുന്ന ഈ സർക്കാരിനെതിരെ ചിന്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. നല്ല മാർക്സിസ്റ്റുകാരും നല്ല കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസിനെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു കാഴ്ച ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ഇതൊക്കെ പറയുന്നത്. നിങ്ങൾ അമ്പലക്കൊള്ള നടത്തിയിട്ടും അതിനെതിരെ മിണ്ടാതിരിക്കുന്ന ചില സാമുദായിക നേതാക്കന്മാർ ഒരു മാസം മുമ്പ് പറഞ്ഞു ഈ സർക്കാർ
സർക്കാർ തുടരുമെന്ന് പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രിക്കും യോഗ്യതയില്ല എന്ന് പറഞ്ഞു. അമ്പലക്കൊള്ള വന്നപ്പോൾ മിണ്ടാതിരിക്കുകയാണ് അവർ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോന്നോരോന്ന് പ്രഖ്യാപിക്കുമ്പോഴും കൃത്യമായിട്ട് ഇടവേളകളിൽ നിങ്ങളുടെ പ്രചരണത്തെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള വാസ്തവമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നു. അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമാണ് കേരളം എന്നല്ലേ നിങ്ങൾ പ്രഖ്യാപിക്കാൻ വന്ന 1-ാം തീയതി? അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമാണെങ്കിൽ പിന്നെ എന്തിനാണ് മാഷെ ക്ഷേമ പെൻഷൻ 400 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നത്? എന്തിനാണ് മാഷെ 33 രൂപ ഈ ആശാവർക്കർമാർക്ക് വർദ്ധിപ്പിക്കുന്നത്? അതിദരിദ്രരില്ല, ഇവിടെ സർവ്വസമ്പന്നരായിട്ടുള്ള സുഖലോലുപതയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഇവിടെ എല്ലാവർക്കും ഹാപ്പിനെസ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്താണെങ്കിൽ പിന്നെ ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഈ ജനക്ഷേമ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന ഈ പ്രഖ്യാപനങ്ങളുടെ ഒന്നും ആവശ്യമില്ലാതെ ആളുകൾ സ്വന്തം നിലയിൽ പണിയെടുത്ത് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ ഉണ്ടാകണ്ടേ? അങ്ങനെ ഇല്ല എന്നിരിക്കുമ്പോൾ തന്നെ യാതൊരു അടിസ്ഥാന രേഖകളും ഇല്ലാതെ, യാതൊരു പഠനങ്ങളും ഇല്ലാതെ ചൈന കഴിഞ്ഞ ലോകത്തിലെ ആദ്യത്തെ ദരിദ്രരില്ലാത്ത ഒരു നാടാണ് കേരളം എന്ന് നിങ്ങൾ പറയുക. പിന്നെ സ്കൂളുകളെയും ആശുപത്രിയെ കുറിച്ചും പറയുമ്പോൾ പാമ്പ് കടിയേറ്റ് വയനാട്ടിൽ ഒരു കുട്ടി ക്ലാസ് റൂമിനകത്ത് മരിച്ചു. ഉച്ചക്കഞ്ഞി വെക്കുന്നവർക്ക് ശമ്പളം ഇല്ലാത്തതിന്റെ പേരിൽ സമരം ചെയ്തത് ഈ പറഞ്ഞ AITC-യുടെ നേതാവ് KP രാജേന്ദ്രന്റെ നേതൃത്വത്തിലാണ്. പാചക തൊഴിലാളികൾ സെക്രട്ടേറിയറ്റിന് പുറത്ത് അവരോടും കൂടി ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണത് ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാത്ത സാഹചര്യത്തെ കുറിച്ചിട്ട്. അതുപോലെ ഓരോന്നും. പിന്നെ താങ്കൾ പറഞ്ഞ ജനസമ്പർക്ക പരിപാടി ഞങ്ങൾ അഭിമാനത്തോടെ പറയും. ഉമ്മൻചാണ്ടി ഒരു ശിപ്പായിക്ക് തുല്യമായിട്ട് നിന്നു എന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ 10-21 മണിക്കൂർ ഒരു മനുഷ്യൻ കീറി തുന്നിയ കതർ കുപ്പായം പൊട്ടി തുന്നിയ തുകൽ ചെരുപ്പും ഇട്ട് മനുഷ്യർക്ക് ഒറ്റ ഉപ്പിട്ട് കൊടുത്തപ്പോ അന്നത്തെ വില നിലവാരം വെച്ചിട്ട്, അന്നത്തെ ജീവിത നിലവാരം വെച്ചിട്ട് അങ്ങനെ 10,000-കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് തെളിച്ചം പകർന്നു. പകരം നിങ്ങൾ നടത്തി ഒരു നവകേരള സദസ്സ്, 1,05,00,000 ആഡംബര വാഹനത്തിൽ സഞ്ചരിക്കുന്ന കക്കൂസും 360 ഡിഗ്രി തിരിയുന്ന കസേരയും ഒക്കെ ആയിട്ട് എന്താ ചെയ്തത്? മെഡിക്കൽ ഷോപ്പിൽ പോകുന്ന മനുഷ്യരെ അറസ്റ്റ് ചെയ്തിരുത്തി ആളുകളെ തലയടിച്ച് ഓടിച്ചിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. സർക്കാർ ഈ നിലയ്ക്കെല്ലാം കുഴപ്പമാണെന്ന് പറയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ജിൻഡോ, ഞാനൊരു കാര്യം അതിനിടയ്ക്ക് ചോദിക്കട്ടെ. ഇപ്പം ഈ കഴിഞ്ഞ ബൈ ഇലക്ഷൻസിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടം നിങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. ഈ ദേശീയ ഇലക്ഷന്റെ കാര്യം എടുത്താൽ അതിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു എഡ്ജ് ഉണ്ടല്ലോ. മറ്റേത് ബൈ ഇലക്ഷൻസിൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ വിജയം ആത്മവിശ്വാസം നൽകുന്നതാണ്. ആ സമയത്ത് നിങ്ങളുടെ ഒരു ലീഡർഷിപ്പ്, അതിലെ ഐക്യം, അതൊക്കെ വലിയ തോതിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടു. ഇടക്കാലത്ത് കുറച്ച് ആൾക്കാർ VD സതീശനെ ക്യാപ്റ്റൻ എന്ന് പോലും വിളിക്കുന്നത് കണ്ടു. പക്ഷേ സത്യത്തിൽ ഇപ്പോൾ ആ ഐക്യത്തിൻ്റെ ഒരു തീഷ്ണത കാണാൻ കഴിയുന്നുണ്ടോ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന്? KPCC അധ്യക്ഷൻ എന്ന് പറഞ്ഞാൽ K. സുധാകരൻ വന്ന സമയത്തുണ്ടായിരുന്ന ഒരു ഭയങ്കരമായ ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നല്ലോ. അത് ഇപ്പോഴത്തെ KPCC അധ്യക്ഷൻ നിലനിർത്താൻ കഴിയുന്നുണ്ടോ? VD സതീശൻ എല്ലാവരാലും അംഗീകരിക്കപ്പെട്ട നേതാവ് എന്നതിലേക്കുള്ള കഥയാണ് നേരത്തെ കണ്ടതെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നടക്കുന്ന ആൾക്കാരെ സൈബർ സ്പേസിൽ കാണുകയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എപ്പിസോഡിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ശൈഥില്യാവസ്ഥയും പരസ്പര തമ്മിലടിയുമൊക്കെയാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ സർക്കാരിന് കുറച്ച് കുഴപ്പങ്ങളുണ്ടെങ്കിലും ആ കുഴപ്പങ്ങളുടെ പേരിൽ ജനം നിങ്ങളെ വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ടുന്ന ഒരു ഐക്യവും നിങ്ങൾ മുന്നോട്ട് വെക്കേണ്ട ഒരു വിഷനൊക്കെ ഉണ്ടല്ലോ. അതിലകത്തെ പ്രശ്നം തീർന്നു കഴിഞ്ഞാലേ ജനത്തിന് നിങ്ങളെ വിശ്വസിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ഇല്ലേ? നിഷാദ്, ഞാൻ അതിലേക്ക് വരാം. ഒരു കാര്യം കൂടി പറയാം. ഇപ്പൊ ഈ ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ കുറെ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ കൊടുക്കണമെന്ന് മാത്രമല്ല ഇതിൽ കൂടിയ തുക കൊടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം, പാർട്ടിയുടെ അഭിപ്രായം. അതിലൊന്നും മാറ്റമില്ല. ഈ വലിയ തിരക്കുള്ള ബസ്സിലെ പോക്കറ്റ് അടിക്കാർ പോക്കറ്റ് അടിക്കും. അപ്പൊ പേഴ്സ് നഷ്ടപ്പെട്ട മനുഷ്യൻ കണ്ടക്ടർ കാശ് ടിക്കറ്റ് ചോദിക്കാൻ വരുമ്പോൾ ആ അടിച്ച പോക്കറ്റിൽ നിന്ന് തന്നെ ആ പേഴ്സിൽ നിന്ന് തന്നെ പൈസ എടുത്തു കൊടുത്ത് ടിക്കറ്റ് എടുത്തു കൊടുത്ത് നല്ല മാതൃകയാകുന്ന പോലെയുള്ള പരിപാടിയായത്. സകലമാന രീതിയിലും സർക്കാർ സാധാരണക്കാരെ കൊള്ളയടിച്ചിട്ട് ഇലക്ഷൻ ആകുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ക്ഷേമ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഇനി താങ്കളുടെ ചോദ്യം ഉണ്ടല്ലോ, കോൺഗ്രസിൽ ഐക്യമുണ്ടോ എന്നുള്ളത്. കോൺഗ്രസിൽ ഐക്യമില്ലെങ്കിൽ കേരളത്തിലെ സർവ്വ വാർഡുകളിലും കൃത്യമായിട്ട് വാർഡ് പുനഃസംഘടനകൾ നടന്നു, ഗ്രഹസമ്പർക്ക പരിപാടി നടന്നു. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ അധികം വോട്ടുകൾ രേഖപ്പെടുത്തി, വോട്ടുകൾ കൂടുതലായിട്ട് ചേർത്തു, വോട്ടുകൾ ഒഴിവാക്കുന്ന വോട്ടർ പട്ടിക പഠനം നടത്തി. ഞങ്ങൾ എല്ലാ മണ്ഡലങ്ങളിലും പദയാത്രകൾ നടത്തി, ഞങ്ങൾ പഠന ശിബിരങ്ങൾ നടത്തുന്നു, തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തുന്നു. പിന്നെ എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന, ആരാലും എതിർക്കപ്പെടാത്ത ഒറ്റ നേതാവ് എന്നുള്ള കാഴ്ചപ്പാട് കോൺഗ്രസിന് ഇല്ല. അങ്ങനെ കാഴ്ചപ്പാടുള്ള ഒരു മുഖ്യമന്ത്രിയെ കേരളം നിങ്ങളെ ഏൽപ്പിച്ചല്ലോ, പിണറായി വിജയനെ ഏൽപ്പിച്ചല്ലോ. എന്ത് സംഭവിച്ചു? സർവ്വ മനുഷ്യരെ കൊള്ളയടിച്ച് അമ്പലങ്ങൾ വരെ കൊള്ളയടിക്കുന്ന രീതിയിലെത്തിയപ്പോ ഒന്ന് മുണ്ടഴിഞ്ഞു പോയാൽ എഴുന്നേറ്റ് നിന്ന് കുത്താൻ പോലും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് പോലും ആർജവമില്ലാത്ത ഒരു പാർട്ടിയായിട്ട് CPM ഇല്ലാതാക്കപ്പെടും. സജീഷ്, ഇപ്പൊ നിങ്ങൾ ഇപ്പൊ ഈ അസാധാരണ പ്രഖ്യാപനങ്ങൾ ഉണ്ടല്ലോ, പ്രഖ്യാപനത്തിന്റെ കാര്യമല്ല, സമയത്തിന്റെ കാര്യമാണ് പറയുന്നത്. അത് പല കാര്യങ്ങളിൽ നിന്നും ഡൈവേർട്ട് ചെയ്യാനുള്ള നിങ്ങളുടെ സ്ട്രാറ്റജിയുടെ ഭാഗമാണെന്നാണ്. അതിൽ തന്നെ നിങ്ങൾ നേരിട്ട ഏറ്റവും വലിയ അടികളിലൊന്നായിരുന്നു ശബരിമലയുമായി ബന്ധപ്പെട്ട അടി. തർക്കിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അതായത് നിങ്ങളൊന്ന് രക്ഷപ്പെട്ട് അയ്യപ്പ സംഗമമൊക്കെ നടത്തി പുറത്തു വരുമ്പോഴാണ് ശബരിമലയിലെ മഹാകൊള്ളയുടെ വിവരങ്ങൾ പുറത്തു വരുന്നു. അതിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ദേവസ്വം ബോർഡ് അതിൽ പ്രതിപട്ടികയിൽ വരുന്നു. ആ പ്രതിപട്ടികയിലുള്ള ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്ന നിങ്ങളുടെ പഴയ ജില്ലാ സെക്രട്ടറി, നിങ്ങളുടെ പഴയ MLA ആയിരുന്ന നിങ്ങളുടെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഈസ് ഗോയിങ് ഓൺ. അത് നോക്കി നടത്തുന്നത് കേരള ഹൈക്കോടതിയാണ്. നിങ്ങൾ അതിലൊന്ന് അടിവില്ലിൽ പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കൊന്ന് ഊരണം, മൊത്തം സീനൊന്ന് മാറ്റണം. അതിന് നിങ്ങളിപ്പോൾ ഈ അവസാന മണിക്കൂറിൽ ഈ ചില പ്രഖ്യാപനങ്ങൾ നടത്തുകയാണെങ്കിൽ നേരത്തെ ആകാമല്ലോ എന്നായിരുന്നു.
ഇനിയിപ്പോൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ നിങ്ങൾക്ക് വലിയ തോതിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കി തന്നു. പക്ഷെ എന്നാലും വരാനിരിക്കുന്നുണ്ടല്ലോ ഹൈക്കോടതി മേൽനോട്ടത്തിൽ പത്മകുമാർ അടക്കം പ്രതിസ്ഥാനത്തുള്ള ഈ ശബരിമലയിലെ കൊള്ളക്കേസ്. അതിൽ വീണു പോകുമോ നിങ്ങളുടെ ഈ പ്രഭാപൂരം? പക്ഷെ അതെ, ഞാൻ അതിനൊക്കെ മറുപടി പറയാം. പക്ഷേ ഇവിടെ ജിൻഡോ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. തത്തുല്യമായ രീതിയിൽ എനിക്ക് സംസാരിക്കാൻ അവസരം തരണമെന്ന് ഞാൻ ആദ്യം സൂചിപ്പിക്കുകയാണ്. ജിൻഡോ, എന്താണ് നിങ്ങൾക്ക് ഭരിക്കാൻ വേണ്ടി പറ്റാത്തതെന്നും എന്താണ് നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പറ്റാത്തതെന്നും നിങ്ങളുടെ ചർച്ചയുടെ ഉള്ളടക്കത്തിലുണ്ട്. താങ്കളൊന്ന് കേട്ടു നോക്കിയാൽ മതി. അതിദാരിദ്ര്യം ഇല്ലാതാക്കുന്നു എന്ന് പറയുന്നത് എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. അപ്പോൾ സാമൂഹ്യ അന്തരീക്ഷം എന്ത്, ലോകാരോഗ്യ സംഘടന എങ്ങനെ കാണുന്നു, നമ്മുടെ രാജ്യത്ത് സംവിധാനങ്ങൾ, ഔദ്യോഗിക സംവിധാനങ്ങൾ അതിദാരിദ്ര്യം എന്നത് എങ്ങനെയാണ് നിർവഹിച്ചിരിക്കുന്നതെന്നൊക്കെ ഒരു രാഷ്ട്രീയ നേതൃത്വം എന്നുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറായാൽ മാത്രമേ അതെങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യും എന്നതിനെക്കുറിച്ച് കൂടി അറിയുള്ളൂ. അതറിയാത്തത് കൊണ്ടാണ് പ്രശ്നം. അത് നിങ്ങളുടെ വിഷയമല്ല. അതിദാരിദ്ര്യം എന്നുള്ളതാണ് പ്രശ്നം. നിങ്ങൾ ഒരുപാട് പതിറ്റാണ്ടുകൾ ഈ രാജ്യം ഭരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒരു നൂറ്റാണ്ട് ഈ രാജ്യം ഭരിച്ചാലും ഇന്ത്യയിലെ അതിദാരിദ്ര്യം എന്ന അവസ്ഥയെ മാറ്റിക്കളയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം കോൺഗ്രസ് വലതുപക്ഷത്തിൻ്റെ ഇന്ത്യൻ മുതലാളിത്തത്തിൻ്റെ പാർട്ടിയാണ് എന്നുള്ളതുകൊണ്ടാണ്. സാധാരണക്കാരനെ നിങ്ങൾ കാണില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് പെൻഷൻ കൊടുക്കണം നിങ്ങൾക്ക് നിർബന്ധമില്ല. നിങ്ങൾ പെൻഷൻ ആദ്യം പ്രഖ്യാപിക്കുമ്പോൾ അത് കള്ളുകുടിച്ച് കളയുമെന്ന് ശ്രീ കെ കരുണാകരൻ പറയും. AK ആന്റണി 27 മാസക്കാലം കുടിശ്ശികയാക്കും. ഉമ്മൻചാണ്ടി 18 മാസക്കാലം കുടിശ്ശികയാക്കും. ഈ പെൻഷൻ വർധനവിൽ ഒരിക്കലും നിങ്ങൾ താല്പര്യമെടുത്തിട്ടില്ല. അതെന്താണ്? നിങ്ങൾക്ക് ഈ ക്ഷേമകാര്യങ്ങൾ താല്പര്യമുള്ളവരല്ല. നിങ്ങളുടെ നയം വേറെയാണ്. എന്താണ് അതിദാരിദ്ര്യം? ഒരു മനുഷ്യൻ അത് ഒരു രേഖയുമില്ലാതെ, റേഷൻ കാർഡ് പോലും ഒന്നുമില്ലാതെ, ഒരു ആനുകൂല്യവും ലഭിക്കാതെ ഒറ്റപ്പെട്ട് ജീവിക്കുകയും. അത് പറയട്ടെ, നിങ്ങൾ പറഞ്ഞോ നിങ്ങളുടെ അവസരത്തെ ഞാൻ എന്ത് പറഞ്ഞിട്ടും ഇടപെട്ടോ കുഴപ്പമില്ല. പക്ഷെ ഞാൻ തെളിവങ്ങ് തരും. അത് ഒരു കാര്യം ജിൻഡോയെക്കാളും നല്ല ശബ്ദം എനിക്കുണ്ട്. ഒരു കാര്യം, ജിൻഡോ, നിങ്ങൾ കള്ളമല്ല. ആഭാസ്തരം പറഞ്ഞ സമയത്ത് ഞാൻ മിണ്ടിയിട്ടില്ല. നിങ്ങൾ പലതും വിളിച്ചു പറഞ്ഞു. ഈ 18 മാസത്തിന്റെ കഥ പൂർത്തിയാക്കി പോയിക്കോളൂ. അപ്പൊ ആ തടസ്സവാദം ഞാൻ പറയും. ഇല്ല നിഷാദെ, അത് നല്ല ക്ലിയർ ആണ്. വാങ്ങിയ ആള്, ഞാൻ നിഷാദിന് സംശയം ഉണ്ടെങ്കിൽ ഇവിടെ റെസീറ്റ് അടക്കം അയച്ചു തരാം. 13,600 രൂപ ബാങ്കിൽ നിന്ന് ഗഡുവായി കൃത്യമായി കിട്ടിയതിന്റെ റെസീറ്റ് നിഷാദിന് അയച്ചു തരാം. നാട്ടുകാർക്ക് നല്ല ബോധ്യമാണ്. അതിന് സമയം പോക്കാൻ സൗകര്യമില്ല. പറയട്ടെ ആ അടുത്ത അവരുടെ ഇതിൽ പറഞ്ഞോട്ടെ. ഇവിടെ പ്രശ്നം എവിടെയാണെന്നറിയോ? ഇവർക്ക് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് റേഷൻ കാർഡ് പോലും ഇല്ലാത്ത, ഭക്ഷണമില്ലാത്ത. സജീഷ് എന്ന് പൂർത്തിയാക്കി സൗകര്യമില്ലേ? നാട്ടിലെ ആളുകളെ ബോധ്യപ്പെടുത്തും. ഒരു നിഷാദ്, ഇതിന് പ്രശ്നം എന്താ അറിയോ? ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമെങ്കിൽ എനിക്ക് ശേഷം പറയൂ. ഇല്ലെങ്കിൽ ഈ ഒച്ചപ്പാടുണ്ടാക്കി തീർക്കാവുന്ന ജിൻഡോ എനിക്കും ഇടപെടായിരുന്നു. ഞാൻ ഇടപെടാതിരുന്നത് താങ്കൾ പറയട്ടെ. എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. താങ്കൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഇടപെടുന്നത്. ഇനിയും ഇടപെടുന്നില്ല. കാരണം എനിക്ക് ഈ കാര്യം പറയാൻ നിഷാദ് സമയം തരണം എന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതുകൊണ്ടാണ്. ഒന്ന്, ഈ അതിദാരിദ്ര്യം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയില്ല. റേഷൻ കാർഡ് പോലും ഇല്ലാത്ത, ഒരു ഷെൽട്ടർ ഇല്ലാത്ത, ആരോഗ്യപരമായി ഒറ്റപ്പെട്ട് നിൽക്കുന്ന, ചികിത്സ ലഭിക്കാത്ത, ഭക്ഷണമില്ലാത്ത, അങ്ങനെയുള്ള 64,006 കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ആ കുടുംബത്തെ കണ്ടെത്തിയ ആളുകളുടെ ആ അതിദാരിദ്ര്യ സാഹചര്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നിരന്തര പരിശ്രമം നടത്തി. അങ്ങനെ അതിദാരിദ്ര്യം ഇല്ലാതാകുന്നത്. ഇതൊന്നും കോൺഗ്രസിന് പറഞ്ഞ കാര്യമല്ല. നിങ്ങൾ ഭരിക്കുന്ന സ്ഥലത്തും പറഞ്ഞ കാര്യമല്ല. നിങ്ങൾക്കിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഇവിടെ പെൻഷന്റെ കാര്യം പറയുന്നു, സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ ശ്രീ ഉമ്മൻചാണ്ടിയുടെ തന്നെ പ്രസ്താവനയുണ്ടല്ലോ, ഇങ്ങനെ പെൻഷനും ശമ്പളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ 2040 ആകുമ്പോഴേക്ക് 8 ലക്ഷം കോടി രൂപയുടെ ബാധ്യത വരും. ഇത് ആര് കൊടുക്കും എന്നാണ് ഉമ്മൻചാണ്ടി ചോദിച്ചത്. ഓർമ്മയുണ്ടല്ലോ, മുണ്ട് മുറുക്കി എടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഇതെല്ലാം ഒരു കാലം ഉണ്ടായിരുന്നു ഒന്നും കൊടുക്കാതിരുന്ന ഈ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക്. ഇപ്പോൾ ജിൻഡോന്റെ അയൽവീട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള സർക്കാർ ജീവനക്കാർ 2 തരത്തിൽ പെൻഷൻ വാങ്ങുന്നുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനും കോൺട്രിബ്യൂട്ടറി പെൻഷനും. പഴയ ജീവനക്കാർ, ഉമ്മൻചാണ്ടിക്ക് മുമ്പുള്ള ജീവനക്കാർ എന്ത് പെൻഷനാണ് വാങ്ങുന്നത്? സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് വാങ്ങുന്നത്. അതിനുശേഷം വന്ന ആളുകളോ കോൺട്രിബ്യൂട്ടറി പെൻഷൻ, ശമ്പളത്തിന് കൂട്ടിവെച്ചുള്ള പെൻഷനാണ് വാങ്ങുന്നത്. ഇതാരാക്കിയത്? നിങ്ങളല്ലേ ആക്കിയത്. അവരുടെ സർക്കാർ ജീവനക്കാരുടെ സകല ആനുകൂല്യം ഇല്ലാതാക്കിയത് നിങ്ങളല്ലേ. എന്നിട്ട് ഇപ്പോൾ സ്നേഹം നടിക്കുക.
എല്ലാം നിങ്ങളല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. കൂട്ടി യോജിപ്പിക്കലിനെ കുറിച്ച് നിങ്ങൾ വരുന്നുണ്ടേ വന്നാൽ മതി, പക്ഷെ ഞങ്ങൾ ക്ഷണിച്ചില്ല എന്ന് പറയരുത്. പിന്നെ ഐക്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം ഇരുന്നാൽ തീരാവുന്നതും ഞങ്ങൾക്ക് പരസ്പരം ചർച്ച ചെയ്യാവുന്നതുമായിട്ടുള്ള അന്തരീക്ഷത്തിൻ്റെ പേരാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന്. നിങ്ങൾ ആദ്യം കോൺഗ്രസിൽ തീർക്കുക. ഇന്ന് ശ്രീ സുധാകരൻ ഇങ്ങനെ ഇവരുടെ യോഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ചോദിച്ചു എന്തൊക്കെയാ സ്ഥിതി, യോജിപ്പായോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പാവപ്പെട്ട മനുഷ്യനല്ലേ, ആ വലിയ ആളുകളൊക്കെ മുകളിലിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കേരളം കേട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനെപ്പറ്റിയൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്നേ പറയാനുള്ളൂ. ദേശീയപാതയുടെ കാര്യം ജിൻഡോന് മനസ്സിലായിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തില്ല, അങ്ങനെയാ പൂട്ടിപ്പോയത്. ഭൂമി ഏറ്റെടുക്കണമെങ്കിൽ 5600 കോടി രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു. കിഫ്ബി ഉപയോഗിച്ച് ആ പണം കൊടുത്തു. അത് കൊടുത്തുകൊണ്ടാണ് ഭൂമി കിട്ടിയത്. ആ ഭൂമിയിൽ റോഡ് ഉണ്ടാക്കുന്നത് ദേശീയപാത അതോറിറ്റി തന്നെയാണ്, തർക്കമൊന്നുമില്ല. അതിന്റെ കാര്യവും നിർവഹിക്കുന്നവരാ. പക്ഷേ ഈ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായില്ല, ഞങ്ങൾ തയ്യാറായി. ഭൂമി ഉള്ളത് കൊണ്ടാണല്ലോ റോഡ് ഉണ്ടാക്കിയത്. ആ ഭൂമി കൊടുക്കാൻ പണം കേരളം മുടക്കി, അത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ മുടക്കിയില്ല. ഗെയിൽ നിങ്ങൾ മുടക്കി, ഞങ്ങൾ നടപ്പിലാക്കി. എടമൺ കൊച്ചി പവർ ഹൈവേ നിങ്ങൾ മുടക്കി, ഞങ്ങൾ നടപ്പിലാക്കി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇരുട്ടില്ലാതെ കേരളം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ആശാ വർക്കർമാരുടെ കാര്യം പറഞ്ഞു. എത്രയായിരുന്നു ജിൻഡോ നിങ്ങളുടെ കാലത്ത്? നിങ്ങളുടെ കാലത്ത് ആശാ വർക്കർമാർക്ക് 1000 രൂപ, 2014 1000 വർദ്ധിപ്പിക്കാൻ വേണ്ടി 10 ദിവസം സമരം ഉണ്ടായിരുന്നു. ജിൻഡോന് അറിയാമോ? ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. എന്നിട്ട് 100 രൂപ കൂട്ടി. 100 രൂപ കൂട്ടിയിട്ട് 10 ദിവസം സമരം കഴിഞ്ഞ് 100 രൂപ കൂട്ടിയിട്ട് ആ 100 രൂപ അനുവദിച്ച് കിട്ടാൻ വേണ്ടി വീണ്ടും ആശകൾക്ക് സമരം ചെയ്യേണ്ടി വന്നു. ആ 1000 രൂപയാണ് ഇപ്പോൾ 7000 ആയതും 8000 ആയതും. ഇപ്പോൾ 1000 കൂട്ടി 8000 ആയതും. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലുണ്ടോ? ഉണ്ടെങ്കിൽ പറയും. ഇല്ലല്ലോ. ഇതല്ലേ പ്രശ്നം. നിങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിച്ചാൽ പോരാ. ഈ നാട്ടിലെ സാധാരണക്കാരൻ ആനുകൂല്യം വാങ്ങുമ്പോൾ അപ്പുറത്തും ഇച്ചിരി സംസ്ഥാനത്തൊക്കെ കോൺഗ്രസും ഭരിക്കണ്ടല്ലോ. അവിടെ എന്താണ് അവസ്ഥ എന്ന് അവർ നോക്കുന്നുണ്ട്. അതാ പ്രശ്നം. പിന്നെ നിങ്ങൾ കീറിപ്പറഞ്ഞ കതറും പൊട്ടിത്തേഞ്ഞ ചെരുപ്പ്, ലെതർ ചെരുപ്പുമായിട്ട് നടക്കുന്ന എന്തിനാണ്? അതിന് മാത്രമൊന്നും പൈസ ഇല്ല കോൺഗ്രസിന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇതിനാണ് ഞങ്ങൾ ഗിമ്മിക്ക് എന്ന് പറയുക. കതറിന്റെ നല്ല ഷർട്ട് വാങ്ങിയിട്ട് അത് ഒറ്റ വാചകത്തിൽ 803 കോടി രൂപയാണ് നിങ്ങൾ ആ പറഞ്ഞ പരിപാടി നടത്തിയിട്ടും ഒരു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അപേക്ഷയ്ക്കനുസരിച്ച് കൊടുക്കേണ്ടതാണെന്ന്. പന്തലേറ്റി കൊടുക്കേണ്ടതല്ല, രോഗി നേരിട്ട് വന്ന് കൊടുക്കേണ്ടതല്ല. ഇവിടെ ഏതാണ്ട് 10000 കോടി രൂപ ഇപ്പോൾ കൊടുത്തു. എങ്ങനെയാ? സജീവൻ, ഞാൻ നേരത്തെ ചോദിച്ച ഒരു ചോദ്യം ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടതാണ്. കോൺഗ്രസിനെ ആണ് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന പാർട്ടി. ഒരു ഘട്ടത്തിൽ ആ പാർട്ടി ഭയങ്കരമായിട്ടുള്ള ഒരുതരം ഐക്യം കാണിക്കുകയും അതിന്റെ പവർ കാണിക്കുകയും ചെയ്ത് നമ്മൾ കണ്ടതാണ്. VD സതീശന്റെ നേതൃത്വം, ചുറ്റും ചെറുപ്പക്കാരുടെ ഒരു നീണ്ട നിര. പക്ഷേ ചെറുപ്പക്കാരുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ച അവസാനം നമ്മൾ കാണുന്നുണ്ട്. അതേ ചൊല്ലി ഉണ്ടായിട്ടുള്ള സംഘർഷങ്ങളും സോഷ്യൽ മീഡിയ വാറും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആളുകൾ കോൺഗ്രസിനെ ആ പഴയ ഐക്യരൂപത്തിലും അതിൻ്റെ പവറിലും ഇപ്പോഴും കാണുന്നുണ്ടെന്നൊരു ചോദ്യം ഞാൻ വിമർശന സ്വഭാവത്തിൽ ചോദിക്കുകയാണ്. അതിൽ കോൺഗ്രസ് മേക്കപ്പ് ചെയ്യേണ്ട പോർഷൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും. നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ VD സതീശൻ കൃത്യമായും മുന്നണിയെ നയിക്കാൻ പറ്റിയ യോഗ്യനായിട്ടുള്ള ആളാണെന്നുള്ള തോന്നൽ പൊതുവെ എല്ലാ ആളുകൾക്കും, സാധാരണ കോൺഗ്രസ് യു ഡി എഫിനെ അനുകൂലിക്കുന്ന ആളുകളല്ലാത്തവർക്ക് പോലും തോന്നിയിരുന്നു. ആ സമയത്ത് നമുക്കറിയാവുന്ന പോലെ പ്രതിപക്ഷ നേതാവും KPC പ്രസിഡന്റും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴും ജനങ്ങളുടെ പക്ഷം എന്ന് പറയുന്നത് പൊതുവെ ആളുകൾ വിലയിരുത്തിയിരുന്ന പ്രതിപക്ഷ നേതാവാണ് ശരി എന്നായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പലപ്പോഴും VD സതീശന് പല ഘട്ടങ്ങളിലും പാളിച്ചകൾ പറ്റി നമ്മൾ കാണുന്നത്. കൃത്യമായ രൂപത്തിൽ മുന്നണിയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരു കാര്യം. അതിനിടയിൽ വന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു പ്രശ്നം, ഇതൊക്കെ ഉണ്ടാകുന്നൊരു കുഴപ്പമുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ പല ആളുകളും പറയുന്നത് KC വേണുഗോപാൽ രംഗത്ത് വന്നുകൊണ്ട് നയിച്ചാൽ മാത്രമേ ഈ മുന്നണിയെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതെന്താ അവരുടെ കാര്യമാണ്. പക്ഷേ സത്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഐക്യം ഒറ്റക്കെട്ടായിട്ട് UDF-നെ മുന്നോട്ടേക്ക് നയിക്കാൻ VD സതീശന് കഴിയും എന്നൊരു തോന്നലുണ്ടാവുന്നില്ല. പിന്നെ താങ്കൾ തന്നെ പറഞ്ഞ പോലെ സുധാകരൻ എത്രമാത്രം ഈ പല പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ആളാണെങ്കിലും KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ അദ്ദേഹത്തിന് സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സണ്ണി KPCC പ്രസിഡന്റ് ആയ സമയത്ത് അധികം വിവാദങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് ഒരു വലിയ ചുമതലയെ, പ്രതിപക്ഷ നേതാവിനേക്കാൾ ഉയർന്ന ചുമതലയാണത്. ആ ചുമതലയിലേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റുന്നുണ്ടോ ഉള്ള ഒരു സംശയമുണ്ട്. രണ്ടാമത്തേത് ഈ മൊത്തമായിട്ടുള്ള ഐക്യം, ഇപ്പം രമേശ് ചെന്നിത്തല പറയുന്നതാണോ അല്ലെങ്കിൽ VD സതീശൻ പറയുന്നതാണോ KC വേണുഗോപാൽ പറയുന്നതാണോ ആര് പറയുന്നതാണ് ശരിയെന്ന് പറയുന്ന രൂപത്തിലേക്ക് അത് ആരാണ് നയിക്കാൻ
പോകുന്നുള്ള സംശയമുണ്ട്. അപ്പം മുന്നണിയെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്ഥൈര്യം അല്ലെങ്കിൽ ധൈര്യം അത് ഉള്ള നേതാവ്, അങ്ങനെ നേതൃപാഠവുമുള്ള നേതാവിൻ്റെ ഒരു അഭാവം എന്ന രീതിയിൽ അത് സതീശന് സ്വാഭാവികമായിട്ട് കോൺഗ്രസ്സുകാരാണ് തീരുമാനിക്കേണ്ടത്. ആര് നയിക്കണമെന്ന് അവർ തീരുമാനിക്കണം. അങ്ങനെ ആ ഒരു വലിയ ഒറ്റക്കെട്ടായിട്ട് ഇടക്കാലത്ത് ഉണ്ടായിരുന്ന വലിയ തരത്തിൽ ഈ സർക്കാരിനെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തും എന്ന് കോൺഗ്രസിനെയോ UDFനെയോ ഒന്നും അത്ര താല്പര്യമില്ലാത്ത ആളുകൾക്ക് പോലും തോന്നിയിരുന്ന ഒന്നുണ്ടായിരുന്നു. ആ അവസ്ഥ ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. അവിടെയാണ് അവർ കുറെ കൂടി അവർ തന്നെ വിചിന്തനം നടത്തിയിട്ട് ഓരോ രാഷ്ട്രീയ പ്രശ്നങ്ങളെയും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ട് കണ്ടുകൊണ്ട് എങ്ങനെയാണ് നേരിടേണ്ടത്. ഇപ്പോൾ നേരിടുന്ന രീതി ഏതായാലും ശരിയായിട്ടുള്ളതല്ല. ഇതൊക്കെ സർക്കാർ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷെ അതത്ര പോരാ എന്ന് പറയുന്ന ഒരവസ്ഥ കൊണ്ട് കാര്യമായില്ല. മറിച്ചിടാൻ പറ്റുന്ന രൂപത്തിലൊരു തന്ത്രം അവർ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ശരി, അപ്പോൾ ജനങ്ങൾ ശക്തമായ ഒരു സംവിധാനത്തെ എല്ലായ്പ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ്. അത് ഏത് തെരഞ്ഞെടുപ്പിലായാലും. ഞാനൊന്ന് ജിൻഡോയിലേക്ക് എൻ്റെ മറുപടിയിൽ പോകുന്നതിന് മുമ്പേ സജീഷ്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം ശബരിമലയുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങളിപ്പോൾ ഉണ്ടാക്കുന്ന ഈ ഹൈപ്പ് മുഴുവൻ ശബരിമലയിൽ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ 8ാം പ്രതിയായ ദേവസ്വം ബോർഡും അതിന് തലപ്പത്തിരിക്കുന്ന CPM നേതാവും അതെല്ലാം കൂടി ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം കൂടെ മറിഞ്ഞു വീഴുമെന്നുള്ള ചോദ്യം ഞാൻ സ്പെസിഫിക്കായി ചോദിച്ചിരുന്നു. സത്യത്തിൽ ഞാൻ ആ ചോദ്യത്തിന് മറുപടി പറയാതിരുന്നതല്ല. യഥാർത്ഥത്തിൽ ജിൻഡോ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചുകൊണ്ട് അത് പറയാതെ പോകരുത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് പറഞ്ഞത്. ഒന്ന്, അത്തരമൊരു അന്വേഷണത്തെയൊന്നും ഞങ്ങൾ ഭയക്കുന്നില്ല. ഇത്തരമൊരു അന്വേഷണം നടക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ആ അന്വേഷണത്തിൽ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ പണ്ട് ഏതൊക്കെ അന്വേഷണം നടത്തിയിട്ടുണ്ടോ ആ അന്വേഷണമൊക്കെ എവിടെ എത്തിയിരുന്നോ അതുപോലെ തന്നെ ഈ അന്വേഷണം എത്തും. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് ശ്രീ നിഷാദ്. ഞങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് വരില്ല, ബോധപൂർവമായ ഒരു തെറ്റുണ്ടാവരുത് എന്ന് നല്ല പ്രതിജ്ഞ എടുത്തിട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് ഇവർ അഴിമതി എന്ന് പറഞ്ഞിട്ട് എത്ര പ്രാവശ്യം കോടതിയിൽ കയറി ഇറങ്ങി. ആ കോടതിയിൽ നിന്നൊക്കെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണ്, പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല എന്ന് കേൾക്കേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവിനല്ലേ കേരളത്തിൽ. അഴിമതിയുമായി പോയിട്ട് ഞങ്ങൾ അഴിമതി നടത്തില്ല, ഈ ഗവൺമെൻറ് ഭാഗത്ത് അഴിമതി ഉണ്ടാവില്ല, തെറ്റായ കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇനി എന്തെങ്കിലും പോരായ്മ ഉൾപ്പെടെ ഏതെങ്കിലും രീതിയിൽ ചൂണ്ടിക്കാണിച്ച് കൊണ്ടുവന്ന് തകർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും ഒരു തെറ്റു പറ്റാതിരിക്കാൻ, അറിയാതെ ഒരു കൈത്തെറ്റ് പോലും പറ്റാതിരിക്കാൻ ജാഗ്രത പുലർത്തി തന്നെയാണ് പോകുന്നത്. ഈ ഗവൺമെന്റിനെ ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നല്ല ശുദ്ധിയോടുകൂടി ഈ ഗവൺമെന്റ് നിർവഹിക്കും. ഞങ്ങളുടെ ലക്ഷ്യം വേറെയാ. ഞങ്ങളുടെ ലക്ഷ്യം ഇവർ കാണിക്കുന്ന ലക്ഷ്യമൊന്നുമല്ല ഞങ്ങൾക്കുള്ളത്. ഒരു നവകേരളം. ഇപ്പോൾ പല കാര്യത്തിലും ഇന്ത്യൻ സംസ്ഥാനങ്ങളോടല്ല കേരളം മത്സരിക്കുന്നത്, ലോകത്തോടാണ്. ആ മത്സരത്തിനാണ് ഞങ്ങൾ വരുന്നത്. ഇപ്പോൾ കുട്ടികൾ ജനിച്ചു വീഴുമ്പോൾ മരിച്ചു പോകുന്ന കാര്യത്തിൽ അമേരിക്കയുടെ മുന്നിലെത്തുന്നു. മരണനിരക്ക് കുറയുന്ന കാര്യത്തിൽ അമേരിക്കയുടെ മുന്നിൽ കേരളം എത്തുന്നു. ഞങ്ങൾ ഇവരോടൊന്നും മത്സരിക്കാനില്ല. നമുക്കൊരു നവകേരളം സൃഷ്ടിക്കണം, അതാ ലക്ഷ്യം. അതിപ്പോൾ ഉള്ള ലക്ഷ്യം മാത്രമല്ല, 57 മുതൽ ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം അത്. ഭൂമിയുടെ അവകാശികളാക്കിയത് മുതൽ സമ്പൂർണ്ണ സാക്ഷരത മുതൽ ഇപ്പോൾ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത വരെ എത്തുന്നു. ജനകീയ ആസൂത്രണം, കുടുംബശ്രീ, അങ്ങനെ പല മേഖലയിലൂടെ ലോകത്തിന്റെ നെറുകയിലേക്ക് ഈ കേരളത്തെ കൊണ്ടുപോയിട്ടുണ്ട്. ഒരു ഞങ്ങൾ സൃഷ്ടിക്കും. അതായത് ശരി, ജിൻഡോ, നേരത്തെ ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. താങ്കൾക്ക് വിശദമായിട്ടാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. താങ്കളുടെ ഊഴമാണ്. നിഷാദെ, ഇതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ശബരിമലയിൽ ഏതാനും ചില കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയാണ്, ഒരു കുറവേ ഉണ്ടായുള്ളൂ. ശബരിമല ശാസ്താവിന്റെ സ്വർണ്ണപ്പാളി കടത്തി അത് 6 വർഷക്കാലം മൂടി വെച്ചു. ആ ഒരു കുറവേ സംഭവിച്ചുള്ളൂ. ഇവിടെ സജീഷ് പറയുന്നുണ്ട് ആത്മവിശ്വാസത്തോടെ അന്വേഷണത്തെ നേരിടുന്നു. അവസാനം എവിടെ കണ്ടുപിടിക്കപ്പെടും. മുരാരി ഉൾപ്പെടെ കോൺഗ്രസിന്റെ സംഘടനാ നേതാവായി ഞങ്ങൾ പറയുന്നില്ല. എവിടെ എത്തും നമുക്ക് നോക്കാം കേട്ടോ. ഇടപെടുന്നതിന്റെ ജനാധിപത്യ ബുദ്ധിമുട്ട് മനസ്സിലായില്ലേ? ഞാൻ ക്ലാസ് എടുത്തത് അല്ല, ഈ മുരാരി ബാബു ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങോട്ട് ഇടപെട്ട അങ്ങോട്ട് ഇടപെടും നേതാവാണ് മുരാരി ബാബു. മുരാരി ബാബു CITU കാരനാണ് മുരാരി ബാബു. ഒരു കാര്യം നിങ്ങൾക്ക് കാണാം, അവസാനം പൊതിയൊക്കെ വാങ്ങിപ്പോയ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. അല്ലല്ല, ജിൻഡോയുടെ പ്രശ്നം നേരത്തെ വിയോജിപ്പോൾ അദ്ദേഹം പറഞ്ഞു. അല്ല,
എനിക്കൊരു മടിയില്ല നിഷാദെ. ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സജീഷ് പറയുന്ന അതേ നിലവാരത്തിലേക്ക് വന്ന് നിന്ന് പറയാനും എനിക്ക് മടിയൊന്നുമില്ല. പക്ഷെ സജീഷിനോട് ഒരു കാര്യം പറയാനുണ്ട്. ഏത് അന്വേഷണം നടന്നാലും അവസാനം എവിടെ എത്തുമെന്ന് കാണാമല്ലോ എന്ന്. ലൈഫ് മിഷന്റെയും സ്വർണ്ണക്കടത്തിന്റെയും അത്തരം അന്വേഷണം, ED നോട്ടീസ്, മാസപ്പടി കേസ്, ലാവ്ലിൻ, ഇതൊക്കെ എത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്ലിഫ് ഹൗസിന്റെ പടിക്കലാണ്. അതുകൊണ്ട് എവിടെ എത്തുമെന്ന് ഞങ്ങൾക്കും നല്ല ബോധ്യമുണ്ട്. പിന്നെ നിങ്ങൾ അമേരിക്കയോട് മത്സരിക്കുന്നു. അമേരിക്ക ലോകത്തോട് പടി കയറൂല. കാരണം നരേന്ദ്രമോദി നിങ്ങളുടെ കക്ഷത്തിലല്ലേ. പടി കയറണം എങ്ങനെയാ? നരേന്ദ്രമോദിയായിട്ട് രഹസ്യ ധാരണയുള്ള പടി കയറുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എങ്ങനെ കയറുക? അമേരിക്കയോട് മത്സരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാ 1000 കോടി രൂപയ്ക്ക് PM ശ്രീയിൽ ഒപ്പിട്ടത്? 1000 കോടി രൂപയ്ക്ക് വേണ്ടി മാത്രം എന്തിനാ കൊടുത്തത്? നിങ്ങൾ എന്തിനാ PM ശ്രീയിൽ ഒപ്പിട്ടത്? നിങ്ങൾ എന്തിനാ PM ശ്രീയിൽ ഒപ്പിട്ടത്? എന്തിനാ ഒപ്പിട്ടത്? അമേരിക്കയോട് മത്സരിക്കുന്ന പിണറായി വിജയൻ എന്തിനാ PM ശ്രീയിൽ ഒപ്പിട്ടത്? അമേരിക്കയോട് മത്സരിച്ച KC വേണുഗോപാലിലേക്ക് വിടുന്നത് നിങ്ങൾ നേരത്തെ നിങ്ങളുടെ അഭിപ്രായം പിണറായി വിജയൻ കേവലം 1000 കോടി രൂപയ്ക്ക് വേണ്ടി മാത്രം പിണറായി വിജയൻ അവകാശം അതുകൂടി പറയേ. രാജസ്ഥാൻ എന്തിനാ ഒപ്പിട്ടത്? നിങ്ങൾക്ക് എന്താ അവകാശം? നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി 17-ാം തീയതി ചിന്താവാരിയിൽ ലേഖനം എഴുതിയിട്ട് 16-ാം തീയതി തലേദിവസം ധാരണാപത്രം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം ജനറൽ സെക്രട്ടറിയോട് സ്വന്തം മുന്നണിയിലുള്ള മന്ത്രിമാരെ മറച്ചു പിടിച്ച് ഒപ്പിട്ട മറ്റുള്ളവരുടെ അവകാശത്തെ കുറിച്ച് ചോദിക്കുന്നു. ഉളുപ്പ് വേണ്ടേ? അമേരിക്കയോട് മത്സരിക്കുന്ന നിങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ട് 1000 കോടി രൂപ മേടിക്കാൻ പോയത് എന്ത് രാഷ്ട്രീയ, എന്ത് വികസിത കാഴ്ചപ്പാടാ? അതിദരിദ്രം ഇല്ലാതാക്കിയത് നിങ്ങൾ 30 കൊല്ലം ഭരിച്ച ബംഗാളിൽ ഇല്ലാതാക്കിയോ? ത്രിപുരയിൽ ഇല്ലാതാക്കിയോ? ഈ ഉമ്മൻചാണ്ടി കീറി തുന്നിയ കഥറിട്ടത് പൊളിറ്റിക്കൽ ഗിമ്മിക്കാണെങ്കിൽ 3 രൂപ മാത്രം മേടിച്ച് ശമ്പളം മേടിച്ച ആ ത്രിപുരയിലെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന മണിക് സർക്കാർ, അത് പൊളിറ്റിക്കൽ ഗിമ്മിക്കായിരുന്നു. 18 മാസത്തെ ക്ഷേമ പലിശ കുടിശ്ശികയുണ്ടെന്ന് താങ്കൾ പറഞ്ഞില്ലേ? രേഖ പറയണം, രേഖ പുറത്തു വിടണം. തോമസ് ഐസക്കിന്റെ ആധാരം വെക്കിയാണ് ഞാൻ സംസാരിക്കുന്നത്. നിങ്ങളുടെ തോമസ് ഐസക്കിന്റെ താങ്കളുടെ രേഖയുണ്ടോ? എങ്കിൽ ഈ നക്ഷത്ര ചിഹ്നമിടാത്ത നമ്പർ 372 പ്രകാരം തോമസ് ഐസക്ക് രേഖയുണ്ടോ? രഹസ്യമായിട്ട് വാട്സാപ്പിൽ അയക്കല്ല ചെയ്യണ്ടേ? ഐസക്ക് നിയമസഭയിൽ കൊടുത്ത മറുപടിയിൽ 18 മാസത്തെ കുടിശ്ശികയില്ല എന്ന പോയിന്റാണ് ജിൻഡോ ചൂണ്ടിക്കാണിക്കുന്നത്. പെൻഷൻ വാങ്ങിയല്ലോ ആദ്യ ഗഡുവായിട്ട്, അതെങ്ങനെ കിട്ടി? ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം കൊടുത്തത് 1000 രൂപയല്ലല്ലോ, 1000 അല്ലല്ലോ കൊടുത്തത്, 13,000 15,000 ഒക്കെയാണല്ലോ ഓരോ ആളുകളുടെയും കയ്യിലെത്തിയത്. 57 മുതൽ ഉമ്മൻചാണ്ടി വരെ 1,65,000 കോടി രൂപയായിരുന്നു കേരളത്തിന്റെ പൊതുകടം. ഇന്ന് 5 ലക്ഷം കോടി കഴിഞ്ഞിരിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ സർക്കാർ നടപ്പിലാക്കിയ കാര്യങ്ങൾ അതേപടി അതിന്റെ തുടർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല LDF എന്നാണ് UDFന്റെ വാദം. അതേസമയം കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു, സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കുന്നു എന്നാണ് സർക്കാർ പറയുന്ന വാദം. ഇത് ജനം ഏത് നിലയ്ക്ക് മുഖവിലേക്ക് എടുക്കുന്നു അല്ലെങ്കിൽ സീരിയസ് ആയി എടുക്കുന്നു എന്നതാണ് അടുത്ത ജനവിധിയെ നിർണ്ണയിക്കുന്ന ഘടകം.